നമസ്കാരം, എല്ലാവർക്കും ECSയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ എടുക്കാൻ പോകുന്നത് നമ്മൾ നമ്പർ സിസ്റ്റം പാർട്ട് 3 ആണ്. നമ്പർ സിസ്റ്റം പാർട്ട് 1ഉം പാർട്ട് 2 ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നമ്പർ സിസ്റ്റം പാർട്ട് 1ൽ നമ്മൾ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ബേസ് കാര്യങ്ങൾ, നമ്പേഴ്സിനെ കുറിച്ചും യൂണിറ്റ് ഡിജിറ്റിനെ കുറിച്ചും നിസ്സാരമായ കൺസെപ്റ്റുകളെക്കുറിച്ചും, പിന്നെ സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ ഡിവിസിബിലിറ്റിയെക്കുറിച്ചും, ഈ തേർഡ് ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് റിമൈൻഡർ തിയറമാണ്. അതായത് മെയിനായിട്ട് യൂണിറ്റ് ഡിജിറ്റും നമ്മൾ ഡിവിസിബിലിറ്റിയും കഴിഞ്ഞു. ഡിവിസിബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഡിവിസിബിലിറ്റിയുടെ പ്രാക്ടീസ് ഷീറ്റും വരുന്നുണ്ട്. നിങ്ങൾ ഈ യൂണിറ്റ് ഡിജിറ്റും ഡിവിസിബിലിറ്റിയും ചെയ്ത് നോക്കുക. കാരണം അതിനകത്ത് ഞാൻ കുറേ ബേസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ റിമൈൻഡർ തിയറത്തിലോട്ട് പോകുമ്പോൾ വേറൊരു കൺസെപ്റ്റാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ ഈ ഒരു ഓർഡറിൽ ഫോളോ ചെയ്ത് പോകാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പം ഈ ക്ലാസ് റിമൈൻഡർ തിയറം ആയിരിക്കും. റിമൈൻഡർ തിയറം അടുത്ത ക്ലാസ്സും റിമൈൻഡർ തിയറം തന്നെ വരും. റിമൈൻഡർ തിയറത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അടുത്ത ക്ലാസ്സിൽ റിമൈൻഡർ തിയറത്തിൻ്റെ പവറിൻ്റെ കേസസ് ഒക്കെ ആയിരിക്കും. പിന്നെ ലാസ്റ്റ് ക്ലാസ് ഫാക്ടേഴ്സ് വരും, നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, പിന്നെ കുറച്ച് അഡീഷണൽ സീരീസ്, സ്പെഷ്യൽ സീരീസിൻ്റെ കേസസും, പിന്നെ കുറച്ച് മിസലേനിയസും. അത്രയാണ് നമ്മൾ നമ്പർ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. കാരണം നമ്പർ സിസ്റ്റം ടോപ്പിക്ക് ഞാൻ പിന്നെ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞായിരുന്നു. നമ്പർ സിസ്റ്റം നമുക്കങ്ങനെ ഒരു പാർട്ട് എന്ന് പറഞ്ഞ് ഒതുക്കാൻ പറ്റില്ല. കാരണം നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന നമ്പേഴ്സ് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്പർ സിസ്റ്റം എല്ലാ ചാപ്റ്ററിലും ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ആൾജിബ്ര ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ചെറിയ ചെറിയ ഈ LCM HCFൻ്റെ ചോദ്യങ്ങളിൽ വരെ നമ്പർ സിസ്റ്റം നമുക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ മെയിനായിട്ടും പഠിക്കുന്നത് റിമൈൻഡർ തിയറമാണ്. റിമൈൻഡർ തിയറം ഒരു ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. SSC എക്സാംസിന് റിമൈൻഡർ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. ഇപ്പം TCS വരുന്നതിന് മുന്നേ സിഫി നടത്തിയ സമയത്ത് ഈ റിമൈൻഡർ തിയറം വെച്ചിട്ടുള്ള ചോദ്യങ്ങൾ കുറഞ്ഞു വരികയായിരുന്നു. പക്ഷെ ഇപ്പം TCS വന്നതിൽ പിന്നെയും റിമൈൻഡർ തിയറം വരുന്നുണ്ട്. റിമൈൻഡർ തിയറത്തിൽ നിന്ന് ക്വസ്റ്റ്യനും വരുന്നുണ്ട്. അപ്പോൾ റിമൈൻഡർ തിയറം നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് റിമൈൻഡർ തിയറം എന്താണെന്ന് നോക്കാം നമുക്ക് ഈ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ റിമൈൻഡർ തിയറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ റിമൈൻഡർ ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം അല്ലേ, എന്നാലേ നമുക്ക് റിമൈൻഡർ എന്താണ്, ക്വസ്റ്റ്യൻ എന്താണെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ അല്ലേ. നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പം ഫസ്റ്റ് ഞാനൊരു ഡിജിറ്റ് എടുത്തു. 59 ഈസ് ഡിവൈഡഡ് ബൈ 7. 59 ഈസ് ഡിവൈഡഡ് ബൈ 7. നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? പണ്ട് ഡിവിഷൻ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? 59 ഡിവൈഡഡ് ബൈ 7 എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ കോഷ്യൻ്റ് നമ്മൾ എഴുതും അല്ലേ. 7 എത്ര ടൈംസ് പോവും? 8 ടൈംസ് പോവും. അപ്പോൾ എത്ര വരും? 56 എന്ന് വരും. സോ ദ റിമൈൻഡർ ഈസ് 3 അല്ലേ. ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ ഡിവിഷൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു സാധനത്തിന് നമുക്ക് പറയുന്നൊരു പേരുണ്ടായിരുന്നു. എന്തായിരുന്നു? നമ്മൾ ഈ ഒരു സാധനത്തിനെ വിളിക്കുന്നൊരു പേരുണ്ട്. എന്താണ്? ഡിവിഡൻഡ് അല്ലേ. ഡിവിഡൻഡ്. ഇതെന്തായിരുന്നു? ഡിവൈസർ. ഡിവൈസർ. ഇതിന് പറയുന്ന പേര് അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ, കോഷ്യന്റ്. ആൻഡ് ദിസ് ഈസ് കോൾഡ് നമ്മുടെ സ്റ്റാർ റിമൈൻഡർ. നമുക്ക് വേണ്ടത് ഇവനെയാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് നമ്മൾ ഒരു ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. അതായത് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ എന്ന് നമുക്ക് എഴുതാം അല്ലേ. കാരണം ഡിവൈഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് എന്ന് പറയുമ്പോൾ 7 × 8 56 പ്ലസ് 3 അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ എന്തെഴുതാം? ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ അല്ലേ. ഇതാണ് ബേസിക് ആയിട്ടൊരു ഡിവിഷന്റെ കാര്യം. ബേസിക് ആയിട്ടൊരു ഡിവിഷനിൽ നടക്കുന്ന സംഭവം ഇതാണല്ലേ. അപ്പൊ അതായത് ഡിവിഡൻഡ് ഈക്വൽ ടു ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ അല്ലേ. ഇപ്പൊ ഈ ഒരു കാര്യം അറിയാമല്ലോ, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പൊ ഇതാണ് ഈ ഒരു സാധനത്തിന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്നാണ് നമ്മൾ റിമൈൻഡർ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം അറിയാമെങ്കിൽ ഞാൻ അടുത്ത കാര്യത്തിലോട്ട് പോവുകയാണ്.
ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, റിമൈൻഡറിനകത്ത് ഞാൻ നിങ്ങളോട് പറയുന്നു 25 എന്ന് പറയുന്ന ഒരു നമ്പറിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ എത്രയാണ്? ഇനി ഞാൻ നിങ്ങളോട് കോഷ്യന്റിന്റെയോ ഡിവിഡന്റിന്റെയോ കാര്യങ്ങളൊന്നും പറയില്ല, ഞാൻ നിങ്ങളോട് ഡിവൈസറിന്റെയോ ഒരു കാര്യങ്ങളും പറയില്ല, റിമൈൻഡറിന്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും പറയുന്നത്. കാരണം റിമൈൻഡർ ആണ് നമുക്ക് ഇവിടെ ആവശ്യം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി റിമൈൻഡറിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ബാക്കിയൊക്കെ നമുക്ക് ചിന്തിക്കാം. 25/17 ഞാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയായിരിക്കും? 25 എന്ന് പറയുമ്പോൾ ബൈ 17 ആവുമ്പോൾ 17 എത്ര ടൈംസ് പോവും? ഒരു ടൈംസ് പോവും. അപ്പൊ റിമൈൻഡർ ഈക്വൽ ടു എത്ര വരും? +8 എന്ന് വരും. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. 25/17 ചെയ്യുമ്പോൾ +8 എന്ന് വരും. അതായത് ഒരു ബിഗർ നമ്പറിനെ ഒരു സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 8 എന്ന് വന്നു അല്ലേ? അല്ലെ റിമൈൻഡർ നമുക്കൊരു നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 17/25 ആണ് ഞാൻ ചെയ്തിരുന്നെങ്കിൽ എത്ര ആയിരിക്കും റിമൈൻഡർ? 17/25 ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എത്രയായിരിക്കും റിമൈൻഡർ വരിക? എത്രയായിരിക്കും റിമൈൻഡർ വരിക? റിമൈൻഡർ വരിക 17 തന്നെയായിരിക്കും അല്ലേ? റിമൈൻഡർ വരിക 17 തന്നെയായിരിക്കും. അതായത് ഒരു ചെറിയ നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും റിമൈൻഡർ? ആ നമ്പർ തന്നെ ആയിരിക്കും. ഞാൻ ഇതൊന്നും പറയേണ്ട കാര്യമില്ല, എന്നാലും പറയാണ്. ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്? 17 എത്ര വട്ടം പോവും? 0 വട്ടം പോവും അല്ലേ? 0 വട്ടം അല്ലേ പോവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 17, റിമൈൻഡർ എത്ര വരും? 17. അങ്ങനെയാണ് നമുക്ക് 17 എന്ന് പറയുന്ന റിമൈൻഡർ കിട്ടുന്നത്. അപ്പൊ എന്താണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സാധനത്തിനേക്കാൾ ചെറുതായിട്ടുള്ള നമ്പർ ആണെങ്കിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ ആണോ? ഇനി നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ 143/13 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 143/13 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ 0 ആയിരിക്കും അല്ലേ? വൈ? റിമൈൻഡർ 0 ആയിരിക്കും. അതായത് 143 = 11 × 13 അല്ലേ? 11 × 13/13 അല്ലെ? 11 × 13/13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 എത്ര ടൈംസ് ആണ്? 11 ടൈംസ് പോയിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 13. മൾട്ടിപ്പിൾ ഓഫ് 13 ആണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഡിവൈഡ് ആയി പോവുകയും റിമൈൻഡർ എന്ത് വരും? 0 വരികയും ചെയ്യും. അങ്ങനെയല്ലേ? അതായത് 143/13 ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 143/13 11 ടൈംസ് പോവും. 143 റിമൈൻഡർ എത്രയാണ് വരുന്നത്? 0 ആണ് വരുന്നത്. സോ എ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ മോളിൽ താഴെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും? ഓൾവേസ് 0 ആയിരിക്കും. നിങ്ങൾ ഈ 3 കാര്യം ഓർത്ത് വെക്കുക. വലിയ നമ്പറിനെ നിങ്ങൾ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചെറിയ നമ്പറിനെ വലിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇനി ഒരു മൾട്ടിപ്പിൾ ആണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിച്ചത്? റിമൈൻഡർ 0 ആയി. അതായത് ആ മൾട്ടിപ്പിൾ അതിനകത്തുള്ളത് കൊണ്ട് പൂർണ്ണമായിട്ടും ക്യാൻസൽ ആയി പോവുകയും റിമൈൻഡർ എന്ത് വരികയും ചെയ്യും? അറ്റ് ലാസ്റ്റ് റിമൈൻഡർ ഈക്വൽ ടു 0 എന്ന് വരികയും ചെയ്യും. ഓക്കെ, ഇതുവരെ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഇതുവരെ കൺസെപ്റ്റ് ഓക്കെ അല്ലേ? അടുത്ത ഞാൻ നിങ്ങളോട് പറയുന്നു 180/35 ചെയ്യാൻ. 180/35 ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരും? ഒന്ന് ചെയ്ത് നോക്കിയേ. 180/35 ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ വരും? അതായത് ഇപ്പൊ പലർക്കും പല ആൻസർ ആയിരിക്കും വന്നിരിക്കുന്നത്. ചിലർക്ക് ആൻസർ വന്നിരിക്കും 1, ചിലർക്ക് ആൻസർ വന്നിരിക്കും 5 അല്ലേ? ചിലർക്ക് 1 വന്നിരിക്കും, ചിലർക്ക് 5 വന്നിരിക്കും. അപ്പൊ എന്താണ് ഈ ഡിഫറൻസ് ഉണ്ടായത്? 180/35 നമ്മൾ നോർമൽ മെത്തേഡിൽ ചെയ്ത് നോക്കിയാൽ എത്രയാണ് റിമൈൻഡർ വരുന്നത്? 180/35 എന്ന് പറയുമ്പോൾ 35, 50, 175, 5 വട്ടം പോകും അല്ലേ? 35 × 5 എന്ന് പറയുമ്പോൾ 175. ബാക്കി റിമൈൻഡർ എന്ന് പറയുമ്പോൾ 5. റിമൈൻഡർ ഈസ് 5 അല്ലേ? റിമൈൻഡർ കറക്റ്റ് 5 ആണ്. ദെൻ എങ്ങനെയാണ് ഈ 1 വന്നത്? 180/35 എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കുറച്ച് പേര് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇതിനകത്ത് കോമൺ ആയിട്ട് കിടക്കുന്ന ടൈം? 5 ആണല്ലേ? അപ്പൊ 5ന് നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 5ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? 36/7 എന്ന് വരും അല്ലേ?
5ന് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 36/7 എന്ന് വരും. 36/7 ആണെങ്കിൽ റിമൈൻഡർ എന്ന് പറയുമ്പോൾ എത്ര വരും? 36 എന്ന് പറയുമ്പോൾ 7 എത്ര വട്ടം പോകും? 35 വട്ടം പോകും. റിമൈൻഡർ എത്ര ആയിരിക്കും? 1 ആയിരിക്കും അല്ലേ? പക്ഷേ റിമൈൻഡർ 1 അല്ല. റിമൈൻഡർ 1 അല്ല. എന്തുകൊണ്ട്? നമ്മൾ ആദ്യമേ ഇവിടെ ഒരു കട്ടും വിട്ടും ചെയ്തായിരുന്നു അല്ലെ? 180യും 35യും കട്ട് ചെയ്തായിരുന്നു. എത്ര കൊണ്ട്? 5 കൊണ്ട്. ലാസ്റ്റിൽ ആ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ 5. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 91/39. 91/39 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ആയിരിക്കും? 91/39 ചെയ്യുമ്പോൾ നമുക്കറിയാം ആക്ച്വലി റിമൈൻഡർ എത്ര വരും? 13 ചെയ്യുമ്പോൾ റിമൈൻഡർ 39 2 ടൈംസ് പോകും. 78 88. റിമൈൻഡർ 13 എന്ന് വരില്ലേ? റിമൈൻഡർ 13 വരില്ലേ? ഇനി അതല്ലാതെ നമുക്ക് 13 വെച്ച് കട്ട് ചെയ്തൂടെ? ഇവിടെ രണ്ടിടത്തും 13 കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു 3 വരും, ഇവിടെ ഒരു 7 വരും. 13 വെച്ച് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തായി? 7/3 എന്നായി. 7/3 എന്നാണെങ്കിൽ റിമൈൻഡർ എത്രയായിരിക്കും? റിമൈൻഡർ 1 ആയിരിക്കും. കാരണം 7-അകത്ത് 3 2 ടൈംസ് പോകും. റിമൈൻഡർ 1 ആയിരിക്കും. പക്ഷെ റിമൈൻഡർ 1 ആയിരിക്കുമോ? അല്ല, നമ്മൾ ഒരു 13 കൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. സോ 13 വിൽ ബി ദ ഫൈനൽ റിമൈൻഡർ ആൻഡ് 13 വിൽ ബി ദ ആൻസർ. ഓക്കെ, ഡൗട്ട് ഇല്ലല്ലോ? ഇത്രയും കാര്യങ്ങൾക്ക് ഡൗട്ട് ഇല്ലല്ലോ? റിമൈൻഡറിലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിലും അവയൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഫോർ എക്സാമ്പിൾ 150/17 ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയായിരിക്കും? 150/17 ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയായിരിക്കും? 150/17 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എത്ര വട്ടം പോകും? 17 85 92 109 119 126 143 അല്ലേ? 17 × 9 ടൈംസ് പോകില്ലേ? 63 96 9 ടൈംസ് പോകത്തില്ല, 8 ടൈംസേ പോകുള്ളൂ അല്ലേ? അപ്പൊ 8 ടൈംസ് പോകുമ്പോൾ എത്ര വരും? 8 ടൈംസ് 17 × 8 80 56 136 എന്ന് വരും അല്ലേ? അപ്പൊ റിമൈൻഡർ ഈക്വൽ ടു എത്ര വരും? 14 എന്ന് വരും. റിമൈൻഡർ ഈക്വൽ ടു എത്ര വന്നു? 14 എന്ന് വന്നു അല്ലെ? റിമൈൻഡർ ഈക്വൽ ടു 14 എന്ന് വന്നു. ഇനി ഇതേ സാധനത്തിന് തന്നെ ഞാൻ 80 + 50 / 17 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ എഴുതിക്കൂടെ? 80 + 50 / 17 എന്ന് എഴുതിക്കൂടെ? രണ്ടും 150. അയ്യോ, 80 + 50 അല്ല, 80 + 70 80 + 70 / 17 എന്ന് എഴുതിക്കൂടെ? ഇനി ഞാൻ നോക്കുവാണെങ്കിൽ 80 + 70 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 80-ക്കകത്ത് എത്ര വട്ടം പോകും? 17 5 17 68 എന്ന് പറയുമ്പോൾ 12 അല്ലേ റിമൈൻഡർ? അതായത് നമ്മൾ ഈ 80യും 17 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 70യും 17 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് ഓരോ റിമൈൻഡറും തങ്ങളിൽ എന്ത് ചെയ്തു? ആഡ് ചെയ്തു. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സെയിം റിസൾട്ട് തന്നെ വരും, 14. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ 80 + 70 / 70 ചെയ്ത 17 34 68, ബാക്കി എത്രയാണ് റിമൈൻഡർ വരുന്നത്? ഇതിന്റെ റിമൈൻഡർ വരുന്നു 12. 80/70 റിമൈൻഡർ വരുന്നു 12 പ്ലസ് 70/17 ചെയ്താലോ? 17 34 68 എന്ന് പറയുമ്പോൾ ബാക്കി എത്ര റിമൈൻഡർ? 2. 14/17. Therefore 14 is the remainder. ഓക്കെ ആണോ? 14 is the remainder. 14 എന്ന് വന്നു റിമൈൻഡർ. 14 ആണെങ്കിൽ 14 17-നെക്കാട്ടി ചെറിയ നമ്പർ ആയതുകൊണ്ട് എന്തായിരിക്കും? 14 തന്നെ ആയിരിക്കും റിമൈൻഡർ അല്ലേ? ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതായത് ഞാൻ 58-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ എത്ര ആയിരിക്കും? 4 ആയിരിക്കും അല്ലേ? ഇനി 59-നെ ഞാൻ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തു. റിമൈൻഡർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും അല്ലേ? ഇത് നിങ്ങൾക്ക് ആലോചിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. 59-നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ആയിരിക്കും? ഡിജിറ്റൽ സം ആണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 59-ന്റെ 9 ഡിജിറ്റ് ആണെങ്കിൽ റിമൈൻഡർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു 67/11 ആണെങ്കിൽ എത്ര ആയിരിക്കും റിമൈൻഡർ? 1 ആയിരിക്കും റിമൈൻഡർ അല്ലേ? അല്ലെങ്കിൽ 77/21 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 21 42 63 therefore 14 ആയിരിക്കും അല്ലെ റിമൈൻഡർ. സോ നിങ്ങൾ എല്ലാ കേസസിലും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ റിമൈൻഡർ എന്ന് പറയുന്ന സാധനം ഈ ഡിവൈസറിനെക്കാട്ടി ചെറുതല്ലേ വരുന്നത്?
അതായത് ഈ റിമൈൻഡർ എന്ന് പറയുന്ന സാധനം ഈ ഡിവൈസറിനെ കാട്ടി ചെറുതല്ലേ? അതായത് ഈ റിമൈൻഡർ എന്ന് പറയുന്ന സാധനം ഈ ഡിവൈസറിനെ കാട്ടി ചെറുതല്ലേ? ഈ ഡിവൈസർ എന്ന് പറയുന്ന സാധനം ഈ റിമൈൻഡറിനെ കാട്ടി വലുതല്ലേ? ഈ റിമൈൻഡർ എപ്പോഴും ഡിവൈസറിനെ കാട്ടി ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഡിവൈസർ റിമൈൻഡറിനെ കാട്ടി വലുതായിരിക്കണം. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇൻ കേസ് റിമൈൻഡർ ഡിവൈസറിന്റെ ഒപ്പമായി കഴിഞ്ഞാൽ എന്താണ്, അത് ഒരു ടൈംസ് കൂടെ പോവും. അതല്ലേ അതിന്റെ അർത്ഥം? അത് ഒരു ടൈംസ് കൂടെ പോകും. കോഷ്യന്റിനകത്ത് നമ്മൾ 1 എഴുതും, എന്നിട്ട് റിമൈൻഡർ എന്താവും? 0 ആവും. സോ റിമൈൻഡർ ഷുഡ് ആൾവേസ് ബി ലെസ് ദാൻ ഡിവൈസർ. ഓക്കെ, റിമൈൻഡർ ഷുഡ് ആൾവേസ് ബി ലെസ് ദാൻ ഡിവൈസർ. സോ ഡിവൈസറിന് നമ്മൾ ഡിവൈസർ ഡി ഈസ് ഈക്വൽ ടു നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഡിവൈസറിന് എടുക്കാവുന്ന വാല്യൂ, അതായത് റിമൈൻഡർ എന്ന് പറയുന്നത് അതായത് ഇഫ് ഡിവൈസർ ഈസ് ഈക്വൽ ടു n, ഡിവൈസറിന് നമ്മൾ n എന്നൊരു വാല്യൂ കൊടുക്കുവാണെങ്കിൽ നമുക്ക് റിമൈൻഡറിന് ഏതൊക്കെ വാല്യൂ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ വാല്യൂ എടുക്കാം? 0, 1, 2, 3 ഇങ്ങനെ പോയി കഴിഞ്ഞ് ഈ n-ന്റെ മൾട്ടിപ്പിൾ എല്ലാം എടുക്കാം അപ് ടു n-1. n എടുക്കാൻ പറ്റുമോ? ഇല്ല. റിമൈൻഡർ ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ ഡിവൈസർ. ഇത് നിങ്ങൾ ആലോചിച്ച് വെച്ചേക്കണം, എപ്പോഴും ഓർത്ത് വെച്ചേക്കണം, നമുക്ക് ഇടയ്ക്ക് ആവശ്യം വരും. റിമൈൻഡർ എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഡിവൈസറിനെ കാട്ടി എപ്പോഴും ചെറുതായിരിക്കും. റിമൈൻഡർ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ഡിവൈസർ. ഓക്കെ, ആ സാധനം അവിടെ കിടന്നോട്ടെ. ഇനി നമ്മൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് 80 + 70 / 70യുടെ കാര്യമാണ് അല്ലേ? 80 + 70 ഡിവൈഡഡ് ബൈ 17 ചെയ്തപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ ആണ് വരുന്നത് അല്ലെ? നമുക്കിനി ഇത് ഡിവൈഡ് ചെയ്യുമ്പോഴല്ലാതെ മൈനസ് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെയാണോ വരുന്നത് നോക്കാം. ഈ 150നെ നമുക്ക് 200 - 50 / 17 എന്ന് എഴുതിക്കൂടെ? അപ്പോഴും എന്ത് വരും? 170, 187. 187 എന്ന് പറയുമ്പോൾ എന്ത് വരും? 13 എന്ന് വരും. 13 എന്ന് വരും. 17, 34, 54, നെഗറ്റീവ് റിമൈൻഡർ വരും അല്ലേ? നെഗറ്റീവ് റിമൈൻഡർ വരും. ഇപ്പം നെഗറ്റീവ് റിമൈൻഡറിനെ കുറിച്ച് പറയണ്ട. 170, 187 നെഗറ്റീവ് റിമൈൻഡർ വരും. നെഗറ്റീവ് റിമൈൻഡർ വരുന്നതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നില്ല. നെഗറ്റീവ് റിമൈൻഡർ കൺസെപ്റ്റ് ഒരു കുറച്ച് കഴിയുമ്പോൾ ഞാൻ പറയും. അന്നേരം ഞാൻ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയും. അതായത് 80 + 70 ഞാൻ വേണമെങ്കിൽ 100 + 50 / 17 എന്ന് എഴുതാം. 100 + 50 / 17. 100 + 50 / 17 ചെയ്യുമ്പോഴോ 17 85 ടൈംസ് പോവില്ലേ? 17 85 ടൈംസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എത്ര ആയിരിക്കും റിമൈൻഡർ? 15 അല്ലേ? അതുപോലെ തന്നെ 50 എത്ര വട്ടം പോകും? 17, 34. ബാക്കി എത്രയാണ്? 16. ബാക്കി 15 + 16 ആണ് റിമൈൻഡർ വന്നിരിക്കുന്നത്. 15 + 16 എന്ന് പറയുമ്പോൾ എത്രയാണ്? 31 ആണ് റിമൈൻഡർ. പക്ഷേ 31 റിമൈൻഡർ ആയിട്ട് വരാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് വൈ? ഡിവൈസർ എന്താണ്? നമ്മുടെ 17 ആണ്. റിമൈൻഡർ ഷുഡ് ഓൾവേസ് ബി ലെസ് ദാൻ റിമൈൻഡർ. ഡിവൈസർ ഷുഡ് ഓൾവേസ് ബി ഗ്രേറ്റർ ദാൻ റിമൈൻഡർ. അപ്പൊ 31 ആണെങ്കിൽ 31നെ 17 കൊണ്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി പോവും അല്ലെ? റിമൈൻഡർ 31 എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിവൈസർ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എഗെയിൻ ഒരു ടൈംസ് പോകും. സോ റിമൈൻഡർ എത്ര വരും? റിമൈൻഡർ ഈക്വൽ ടു 14. 31 - 17 14 അല്ലെ? ഒരു വട്ടം പോവും. ഒരു വട്ടം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ട് റിമൈൻഡർ? 14. ഇപ്പൊ കാര്യം മനസ്സിലായോ? ഇപ്പൊ ഓക്കെ ആണോ? ഇനി വേറെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തൊക്കെ ചെയ്യാം കേട്ടോ. അതായത് ഈ സംഭവം നമ്മൾ പ്ലസ് ചെയ്താലും മൈനസ് ചെയ്താലും ഇൻ കേസ് ഇൻറ്റു ചെയ്താലും ഒന്നും ഈ സംഭവങ്ങൾ മാറുന്നില്ല. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ 30 × 5 / 17 എന്ന് എഴുതിക്കൂടെ? എനിക്ക് 150. 30 × 5 / 17. 30 × 5 / 17 എന്ന് എഴുതി കഴിഞ്ഞാലും 30ക്കകത്ത് എത്ര വട്ടം പോകും? 17, 34. അപ്പൊ ഒരു 13 വട്ടം പോകും അല്ലെ? ബാക്കി ഈ ഒരു വട്ടം പോകും. ബാക്കി റിമൈൻഡർ എന്ന് പറയുമ്പോൾ 13 വരും. 34 എടുക്കണ്ട, നെഗറ്റീവ് റിമൈൻഡർ ഞാൻ പറയാത്തോണ്ട്. അപ്പൊ 30 × 5 എന്ന് എഴുതാം 150. എഗെയിൻ 5 / 17 എത്രയാണ് റിമൈൻഡർ? 5 തന്നെ. അപ്പൊ 13 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിമൈൻഡർ എത്ര വന്നു? 65. 65 / 17 എന്ന് വന്നു. 65 / 17. 65 റിമൈൻഡർ ആയിട്ട് വരുമോ? ഇല്ല. 65 ഒരിക്കലും റിമൈൻഡർ ആയിട്ട് വരത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 65നെ എഗെയിൻ 17 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 17 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 51. therefore the remainder is 14. എഗെയിൻ റിമൈൻഡർ 14 തന്നെ വന്നു. സോ റിമൈൻഡർ നമ്മൾ ഏത് ഓപ്പറേഷൻ ചെയ്താലും സെയിം തന്നെ ആയിരിക്കും, പക്ഷെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ.
ഓക്കെ, റിമൈൻഡറിന് ആ ഒരു പ്രശ്നം വരുന്നില്ല. റിമൈൻഡർ നമ്മൾ എങ്ങനെ ചെയ്താലും കറക്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷെ റിമൈൻഡറിന് നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക, ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതായത് ഈ റിമൈൻഡർ എടുക്കുന്നതും റിമൈൻഡർ കൂട്ടുന്നതും എല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരിടത്തും തെറ്റ് വരില്ല. നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അതാണ് ഈ നമ്പർ സിസ്റ്റത്തിന്റെ ആക്ച്വലി ഒരു യൂണിവേഴ്സാലിറ്റി കൺസെപ്റ്റ് ആണ്. ഇതിനകത്ത് ഞാൻ നമ്പർ സിസ്റ്റത്തിനകത്ത് ഫെർമാറ്റ്സ് തിയറം പഠിപ്പിക്കും, പിന്നെ പവർ വെച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങളെ വിൽസൺസ് തിയറം, അങ്ങനെ കുറെ തിയറംസ് പഠിപ്പിക്കും. അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ ചിലപ്പോൾ 2-3 തിയറം യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏതാ കൺവെൻഷണൽ അല്ലെങ്കിൽ ഏതാ എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ തിയറം യൂസ് ചെയ്ത് ചെയ്യാം. ഏത് തിയറം വെച്ച് ചെയ്താലും ഒരു ആൻസർ തന്നെ ആയിരിക്കും വരുന്നത്. അതാണ് നമ്പർ സിസ്റ്റത്തിന്റെ യൂണിവേഴ്സാലിറ്റി. ഓക്കെ ആണോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് ചെറുതായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. 3^25 plus 3^26 plus 3^27 plus 3^28 is divisible by ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ 3^25 plus 3^26 plus 3^27 3^28 കോമൺ ആയിട്ടുള്ളത് കിടക്കുന്ന ഏതാണ്? കോമൺ ആയിട്ട് കിടക്കുന്നത് 3^25 ആണ് അല്ലേ? അപ്പൊ 3^25 ഇങ്ങ് വെളിയിലെടുക്കാമല്ലോ. 3^25 ഇങ്ങ് വെളിയിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? 3^25 into 1 plus 3^25 into 3^1 plus 3^27 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 സ്ക്വയർ പ്ലസ് 3^28 എന്ന് പറയുമ്പോൾ 3 ക്യൂബ്. ഇങ്ങനെ വരില്ലേ? ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 3^25 into ഇതെത്രാണ് വരുന്നത്? 1 പ്ലസ് 3 പ്ലസ് 9 പ്ലസ് 27 27 9 36 9 40 അല്ലേ? 40. 3^25 into 40 എന്ന് വന്നു. ഇനി നമ്മൾ നോക്കിയാൽ മതി, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എന്നാണ് തന്നിരിക്കുന്നത്. ഡിവിസിബിൾ ബൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതിനകത്തുനിന്ന് ഏതെങ്കിലും ഉള്ള ഫാക്ടേഴ്സ് ആയിരിക്കും അവർ തന്നിരിക്കുന്നത് അല്ലെ? ഈ ഡിവിസിബിൾ ബൈ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഫാക്ടർ ആയിരിക്കും അവർ തന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് 3^25 3 ഉണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. 3^25 25 ഉണ്ട്, അല്ലാതെ ഒന്നുമില്ല. 3 ഉണ്ട്. ഇതിനകത്ത് 40 എന്തൊക്കെയുണ്ട്? 2 into 5 ഉണ്ട് അല്ലെ? ഇതല്ലേ 40. ഇനി ഇതിനകത്ത് ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 6 ആണ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 4 ആണ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 8 ആണ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 15 ആണ്, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ. ഇനി നമുക്ക് ഉള്ള ഓപ്ഷനകത്ത് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 11 ആണോ? 11 ഉണ്ടോ നമ്മുടെ ഓപ്ഷൻ നമുക്ക് കിട്ടിയതിനകത്ത്? ഇല്ല, 11 ഇല്ല. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 16 ഉണ്ടോ? ഇല്ല. 2 into 2 into 2 8 ഉള്ളൂ അല്ലെ? 25 ഉണ്ടോ? 5 into 5 ഇല്ല. 16 ഇല്ല, 25 ഇല്ല. 30 ഉണ്ടോ? 3 into 2 into 5 2 into 5 3 3 into 10 equal to 30. So it is a multiple of 30. So it is divisible by 30. Okay, it is a multiple of 30 ആണെങ്കിൽ അത് divisible by 30 ആയിരിക്കും അല്ലേ? അപ്പം നമുക്ക് ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 30 ആണ്. സോ 30 ഈസ് ദ ആൻസർ. ഇത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഓപ്ഷനിൽ തരാം. വേണമെങ്കിൽ 2 into 3 6 into 5 30 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ 2 into 2 4 into 5 20 ഓപ്ഷനകത്ത് തരാം. അപ്പൊ അത് ഓപ്ഷനകത്ത് ഏത് തന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കിയെടുത്ത് ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് ഈ വരുന്നത്. ഇതിന്റെ ഫാക്ടേഴ്സ് ആണെങ്കിൽ ഡിവിസിബിൾ ബൈ അതാണെങ്കിൽ അത് അതിന്റെ ഡിവിസിബിൾ ആയിരിക്കും. റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. When a number x is divisible divided by a divisor, it is seen that the divisor equal to 4 times the quotient. ഇത് TCS ന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് TCS ന്റെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പഴയ കൺസെപ്റ്റ്, ജസ്റ്റ് നമ്മൾ പണ്ട് പഠിച്ച കൺസെപ്റ്റ് അത് വെച്ചിട്ടാണ് ഈ TCS പുതിയ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയേക്കുന്നത്. എന്താണ് പറഞ്ഞേക്കുന്നത്? നമ്മൾ നേരത്തെ പഠിച്ച അതേ സാധനം. When a number x is divided by a divisor, it is seen that the divisor is 4 times the quotient. ഡിവൈസർ തന്നിട്ടുണ്ട് 4 times quotient, then equal to 4 times the quotient equal to double the remainder. 4 times the quotient equal to double the remainder. ഇതല്ലേ തന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെയാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്? റേഷ്യോ ആണ് അല്ലെ? റേഷ്യോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? LCM കൊണ്ട് ഡിവൈഡ് ചെയ്യും. LCM കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിവൈസർ ബൈ 4 ഈക്വൽ ടു quotient ബൈ 1 ഈക്വൽ ടു റിമൈൻഡർ ബൈ 2 എന്ന് എഴുതാൽ എനിക്ക്. അതായത് ഇതിന്റെ ഓരോന്നിന്റെയും റേഷ്യോ ഇതാണെന്ന് പറയാം. ഡിവൈസർ ഈസ് ടു കോഷ്യന്റ് ഈസ് ടു റിമൈൻഡർ ഈക്വൽ ടു 4:1:2.
ഈ എഴുതിയിരിക്കുന്നതിനകത്ത് ആർക്കെങ്കിലും തെറ്റുണ്ടോ? ഡിവൈസർ ഈസ് ടു കോഷ്യന്റ് ഈസ് ടു റിമൈൻഡർ ഈക്വൽ ടു ഡിവൈസർ ഈസ് ടു കോഷ്യന്റ് ഈസ് ടു റിമൈൻഡർ ഈക്വൽ ടു 4:1:2. ഇനി തന്നിട്ടുണ്ട് നമുക്ക് റിമൈൻഡർ 80 ആണെന്ന്. ഇഫ് ദ റിമൈൻഡർ ഈസ് 18 തന്നിട്ടുണ്ട്. അപ്പൊ 2 യൂണിറ്റ് ആണ് 80 എങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 40 ആയിരിക്കും. 4 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 160 ആയിരിക്കും അല്ലേ? ഇനി ഡിവൈസർ കിട്ടി, കോഷ്യന്റ് കിട്ടി, റിമൈൻഡർ കിട്ടിക്കഴിഞ്ഞാൽ ആ നമ്പർ ഏതാന്ന് കണ്ടുപിടിച്ചൂടെ? ആ ഡിവൈസർ ഏതാന്ന് കണ്ടുപിടിച്ചു, ആ ഡിവിഡൻഡ് ഏതാന്ന് കണ്ടുപിടിച്ചൂടെ? വെൻ എ നമ്പർ എക്സ് ഈസ് ഡിവൈഡഡ്, ആ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ എക്സ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഡിവിഡൻഡ് ഇൻറ്റു കോഷ്യന്റ്, ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. ഡിവൈസർ ഇൻറ്റു കോഷ്യന്റ് എന്ന് പറയുമ്പോൾ ഡിവൈസർ എത്ര ആയിരുന്നു? 160 ഇൻറ്റു കോഷ്യന്റ് എത്രയാണ്? 40 പ്ലസ് 80. അപ്പൊ 16 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 64. 6400 പ്ലസ് 80 6480. സിമ്പിൾ ആൻസർ, സിമ്പിൾ ക്വസ്റ്റ്യൻ. പക്ഷേ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ TCSന്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, പക്ഷെ പഴയ കൺസെപ്റ്റ്. സിമ്പിൾ അല്ലേ? ചെയ്തേക്കുന്ന എല്ലാം സിമ്പിൾ അല്ലേ? നമ്മൾ ചെയ്തേക്കുന്ന എല്ലാം പഴയ മെത്തേഡ് തന്നെ, പഴയ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. പുതിയ ഒരു കൺസെപ്റ്റും ഞാൻ എടുത്തിട്ടില്ല ഇവിടെ. ഓക്കെ, ഇതും പഴയ പോലത്തെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ജസ്റ്റ് റിമൈൻഡറിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. A student was asked to divide a number by 6 and add 12 to the quotient. ഒരു സ്റ്റുഡന്റിനോട് പറഞ്ഞിരുന്നു, നീ ആദ്യമേ ഒരു നമ്പർ ഉണ്ട്, അതിനെ നീ ഡിവൈഡ് ചെയ്യുക 6 കൊണ്ട്, എന്നിട്ട് നീ ഒരു 12 ആഡ് ചെയ്യുക. പക്ഷേ ചെറുക്കൻ എന്ത് ചെയ്തു? ചെറുക്കൻ തെറ്റിച്ചു. ചെറുക്കൻ എന്ത് ചെയ്തു? ആദ്യമേ 12 ആഡ് ചെയ്തു, എന്നിട്ട് അവൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ അവന് കിട്ടി 112 അല്ലേ? അതായത് ഒരു നമ്പർ അവൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം അവന് 112 എന്ന് കോഷ്യന്റ് കിട്ടി. റിമൈൻഡർ ഒന്നും കിട്ടുന്നെന്ന് പറയുന്നില്ല. അപ്പം ആ നമ്പർ എന്താണെന്ന് നോക്കാൻ n ഈക്വൽ ടു 112 ഇൻറ്റു 6 ചെയ്താൽ പോരെ? ആ നമ്പർ n എന്താണെന്ന് അറിയാൻ n ഈക്വൽ ടു, നമ്മൾ അതായത് ഈ ക്വസ്റ്റ്യന്റെ നേരെ റിവേഴ്സ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യനകത്ത് പറഞ്ഞേക്കുന്നതിന്റെ നേരെ റിവേഴ്സ് പോകുന്നു. അതായത് അവൻ, ആ ചെറുക്കൻ ആദ്യമേ ഒരു നമ്പർ, കിട്ടിയ നമ്പറിനെ 12 ആഡ് ചെയ്തിട്ട് അവൻ ഡിവൈഡ് ചെയ്തു. 12 ആഡ് ചെയ്തിട്ട് അവൻ ഡിവൈഡ് ചെയ്തു. അവൻ ഡിവൈഡ് ചെയ്തപ്പോൾ അവന് കിട്ടിയത് 112 ആണ്. അപ്പൊ അവന് ഡിവൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ആദ്യം മൾട്ടിപ്ലൈ ചെയ്ത് പോകില്ലേ? അവൻ ഡിവൈഡ് ചെയ്തില്ലായിരുന്നെങ്കിൽ അത് 112 ഇൻറ്റു 6, 112 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 12 672 എന്ന് വരും അല്ലേ? ഇത് എപ്പോഴാണ്? അവൻ 12 ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ്. പക്ഷെ ആ 12 ആഡ് ചെയ്യണമായിരുന്നോ? വേണ്ട. അപ്പൊ ശരിക്കുമുള്ള റിയൽ നമ്പർ എന്താണ്? റിയൽ നമ്പർ എന്താണ്? 672 മൈനസ് 12 ഈക്വൽ ടു 660. 660 ആണ് ശരിക്കുമുള്ള നമ്പർ. ഇനി നമ്മൾ ശരിക്കുമുള്ള നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ പോലെ ഓപ്പറേഷൻ ചെയ്ത് നോക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. കറക്റ്റ് ആൻസർ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ശരിക്കുള്ള ഓപ്പറേഷൻ ചെയ്ത് നോക്കണം. ശരിക്കുള്ള ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ 660 ഡിവൈഡഡ് ബൈ 6 ചെയ്യുക, എന്നിട്ട് 12 ആഡ് ചെയ്യുക. അതല്ലേ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത്? 660 ബൈ 6 എന്ന് പറയുമ്പം 110 പ്ലസ് 12, 110ഉം 12ഉം 122. ഓക്കെ, 122. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ ആണോ? ഡൗട്ടൊന്നും ഇല്ലല്ലോ? സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. 2 പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫർ ബൈ 2001. When the larger number is divided by the smaller number, the quotient is 9 and the remainder is 41. The sum of the digits of the larger number ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? two പോസിറ്റീവ് നമ്പർ ഉണ്ട്, ഡിഫർ ബൈ 2001 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ 2 പോസിറ്റീവ് നമ്പർ ഉണ്ട്. 2 പോസിറ്റീവ് നമ്പറിന് ഞാൻ ജസ്റ്റ് എക്സ് വൈ എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 പോസിറ്റീവ് നമ്പർ എക്സ് മൈനസ് വൈ ആണ് തന്നിരിക്കുന്നത്. എന്ത്? 2001 അല്ലേ? അടുത്ത, വെൻ ദ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദ സ്മോളർ നമ്പർ. 2 പോസിറ്റീവ് നമ്പറിനകത്ത് എക്സ് വലുതായോണ്ടല്ലേ ഞാൻ എക്സിൽ നിന്ന് കുറച്ചത് അല്ലേ? അപ്പൊ ഞാൻ എക്സ് വലുതായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് എക്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ ദ സ്മോളർ നമ്പർ. സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് വരുന്നത് എന്താണ്? കോഷ്യന്റ് ഈക്വൽ ടു എത്രയാണ്? 9 വരുന്നുണ്ട്. റിമൈൻഡർ ഈക്വൽ ടു എത്രയാണ്? റിമൈൻഡർ ഈക്വൽ ടു 41 വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സ് ഈക്വൽ ടു
9y plus 41 എന്ന് എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതുന്നതിൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കാരണം y ഡിവൈസർ 9 കോഷ്യന്റ് റിമൈൻഡർ ഡിവിഡൻഡ് ഈക്വൽ ടു x ഈക്വൽ ടു 9y plus 41 എന്ന് എഴുതാം. കുഴപ്പം വല്ലതും ഉണ്ടോ? x ഈക്വൽ ടു 9 plus 41. അപ്പൊ ഈ ഇക്വേഷൻ 1, ഈ ഇക്വേഷൻ 2. ഇക്വേഷൻ 2 എടുത്ത് 1-നകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 9y plus 41 minus y equal to 2001 എന്ന് വരില്ലേ? 9y plus 1 plus 41 minus y equal to, അപ്പം 9y plus y minus y എന്ന് പറയുമ്പോൾ 8y അല്ലേ? 9y minus y എന്ന് പറയുമ്പോൾ 8y. 8y equal to 2001 minus 41 എന്ന് പറയുമ്പോൾ എത്ര വരും? 1960 അല്ലേ? 1960. അപ്പൊ y ഈക്വൽ ടു 1960 ആണെങ്കിൽ എത്ര വട്ടം പോകും? 236. 36-നകത്ത് 4 times 32 4 245 എന്ന് വരും. y ഈക്വൽ ടു 245 എന്ന് വരും. y ഈക്വൽ ടു 245 ആണെങ്കിൽ x ഈക്വൽ ടു 2001 പ്ലസ് 245 2246. ദിസ് ഈസ് എക്സ് അല്ലേ? ഇനി എക്സ് ആണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, സം ഓഫ് ദ ഡിജിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സം ഓഫ് ദ ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 6 plus 4 10, 10 plus 2 12, 12 plus 2 14. So the answer is 14. Okay, so the answer is 14. x minus y തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ 2 പോസിറ്റീവ് നമ്പേഴ്സ് ഡിഫർ ബൈ 2001. Then when the larger number is divided by the smaller number, ലാർജർ നമ്പറിനെ സ്മോളർ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കോഷ്യന്റ് 9 ആണ്, റിമൈൻഡർ 41 ആണ്. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്ത നമ്പർ y ആണെങ്കിൽ കോഷ്യന്റ് ഇൻറ്റു y 9y പ്ലസ് റിമൈൻഡർ 41 ആണ് ആ ഡിവിഡൻഡ് എക്സ്. ഇനി ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. രണ്ട് ഇക്വേഷൻ രണ്ട് വേരിയബിൾ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? സോൾവ് ചെയ്തു. സോൾവ് ചെയ്തിട്ട് y കണ്ടുപിടിച്ചു. y കിട്ടിയപ്പോൾ നമുക്ക് എക്സ് കിട്ടി. എക്സ് കണ്ടുപിടിച്ചിട്ട് ഡിജിറ്റ്സിന്റെ സം എടുത്തു, ഡിജിറ്റൽ സം. ഓക്കെ ആണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുവാണേ. ഓക്കെ, അതായത് ഈ കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ if a number n is divided by 115, റിമൈൻഡർ കിട്ടിയത് നമുക്ക് 16 ആണ്. ഓക്കെ, then 5n is divided by 23. what will be the remainder? ഓക്കെ, ഇങ്ങനെ ആയിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇഫ് എ നമ്പർ n is divided by 115, then the remainder is equal to 16. If 5 times the same number is divided by 23, then find the remainder. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ കൺസെപ്റ്റ്? 5 ടൈംസ് n എന്ന് പറയുമ്പോൾ 5 ടൈംസ് n ചെയ്യണ്ടേ? 5 ടൈംസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് റിമൈൻഡർ 16ഉം 115ഉം ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 115k പ്ലസ് 16 എന്ന് എഴുതിക്കൂടെ? 115k പ്ലസ് 16 എന്ന് എഴുതിക്കൂടെ? അതായത് ഈ k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കോഷ്യന്റ് ആയിരിക്കും അല്ലെ? ഇനി 5n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? 5n equal to 5 into 115k plus 16 into 5. ഇതാണല്ലേ 5k, ഇതാണല്ലേ 5n അല്ലേ? ഇനി ഈ 5n-നെ എത്ര കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? ഈ 5n-നെ നമ്മൾ 23 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ രണ്ടാമത് ഡിവൈഡ് ചെയ്യുന്ന കേസ് പറയുമ്പോൾ എപ്പോഴും ഈ നമ്പർ ആദ്യമേ നമ്മൾ ഡിവൈഡ് ചെയ്ത നമ്പറിന്റെ ഏതെങ്കിലും ഒരു ഫാക്ടർ കൊണ്ടേ നമ്മൾ ഡിവൈഡ് ചെയ്യുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ദാറ്റ് ദിസ് നമ്പർ വിൽ ബി ക്യാൻസൽ. അതായത് ഇതിനകത്തുനിന്ന് നമുക്ക് റിമൈൻഡർ ഒന്നും വരില്ല. അതായത് ഈ ടേമിനകത്തുനിന്ന് നമുക്ക് റിമൈൻഡർ ഒന്നും വരില്ല. കാരണം 115 23ന്റെ മൾട്ടിപ്പിൾ ആണ്.
അല്ലെ 115 23ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇത് പ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്ത് പോവുകയും ഇതിനകത്ത് ഒരു മൾട്ടിപ്പിളും വരില്ല. സോ റിമൈൻഡർ കിടക്കുന്ന ഈ 16 × 5 മാത്രമേ നമുക്ക് റിമൈൻഡർ വരുള്ളൂ അല്ലെ. അപ്പം സോ ലാസ്റ്റിൽ നമുക്ക് എത്ര വരും റിമൈൻഡർ? 16 × 5 ഈക്വൽ ടു ലാസ്റ്റ് നമുക്ക് എത്ര വരും റിമൈൻഡർ? 80 വരും അല്ലെ. 80 റിമൈൻഡർ വരും 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. പക്ഷേ 80 റിമൈൻഡർ വരുമോ 23 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ? ഇല്ല. എന്തുകൊണ്ട്? റിമൈൻഡർ ഒരിക്കലും ഡിവൈസറിനെ കാട്ടി വലുതാകില്ല. സോ ഇത് ഒന്നുകൂടെ ഡിവൈഡ് ആയി പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇന്നൂടെ ഡിവൈഡ് ആകുമ്പോൾ 23 46 69. അപ്പൊ എത്ര ആയിരിക്കും റിമൈൻഡർ? 69 എന്ന് പറയുമ്പോൾ 79 1 80. 11 is the remainder. So എത്ര ആയിരിക്കും നമ്മുടെ ആൻസർ? 11 is the answer. ഓക്കെ ആണോ? ആക്ച്വലി ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രയൊന്നും ചിന്തിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഞാൻ കാണിച്ചു തരാം. When a number is divided by 1003, the remainder is equal to 209 എന്ന് നിങ്ങൾക്ക് തരും. അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയും if the same number is divided by 59, അതായത് എന്തായാലും അടുത്ത ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പോകുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ കിട്ടിയ റിമൈൻഡറിനെ കാട്ടി ചെറുതായിരിക്കും എന്തായാലും. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ 209 കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ആ 209 കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് when divided by number, if the same number is divided by 59, അതായത് ഈ നമ്പർ ഞാൻ ജസ്റ്റ് ഇതുപോലെ എഴുതുകയാണെങ്കിൽ ഈ നമ്പറിനെ എനിക്ക് എന്ത് എഴുതാം? n is equal to 1003 k plus 209 എന്ന് എഴുതാമല്ലോ അല്ലെ. 1003 k plus 29. If the same number is divided by 59 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾവേസ് ഞാൻ പറഞ്ഞു ഈ 59 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളെ നിങ്ങളോട് ഡിവൈഡ് ചെയ്യാൻ പറയുള്ളൂ. കാരണം ഇത് ഇവിടെ കട്ടായി പോയിട്ട് റിമൈൻഡർ 0 വരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ കണ്ടീഷൻ പോസിബിൾ ആവുള്ളൂ അല്ലെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കൊരു കറക്റ്റ് ആയിട്ട് റിമൈൻഡർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെയും ഡിവിസിബിൾ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എത്ര റിമൈൻഡർ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇതെന്തായാലും ഈ താഴെ കൊണ്ട് രണ്ടാമത് ഡിവൈഡ് ചെയ്യാൻ പറയുന്ന നമ്പർ നിങ്ങളുടെ ആദ്യത്തെ ഡിവൈസറിന്റെ എന്തെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ക്യാൻസൽ ആയി പോവും. 1003k, അതായത് ഈ 1003 59ന്റെ മൾട്ടിപ്പിൾ ആണ്. 1003 59ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായിരിക്കും വരുന്നത്? 0 അല്ലെ. അടുത്തത് 209 എഗെയിൻ നമ്മൾ 59 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പിന്നുള്ളത് 209 അല്ലേ ഉള്ളൂ. 209 59 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കാരണം 209 ഒരിക്കലും റിമൈൻഡർ വരത്തില്ല. 209 റിമൈൻഡർ വരാത്ത എന്താ? 209 പിന്നെ 59 കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം 59 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വട്ടം പോകും? 3 ടൈംസ് പോകും അല്ലേ. 150 177 150 177 157 190 32 എന്ന് വരും നമ്മുടെ റിമൈൻഡർ. 32 എന്ന് വരും നമ്മുടെ റിമൈൻഡർ. ഓക്കെ ആണോ? 32 എന്ന് വരും നമ്മുടെ റിമൈൻഡർ. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളോട് ആദ്യമേ പറയും എ നമ്പർ വിച്ച് വെൻ ഡിവൈഡഡ് ബൈ 1003 gives a remainder is equal to 207. റിമൈൻഡർ ഈസ് ഈക്വൽ ടു 207. ഇനി ഇതേ നമ്പറിനെ തന്നെ ഞാൻ 59 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ റിമൈൻഡറിനെ 59 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എത്രയാണ് റിമൈൻഡർ വരുന്നതെന്ന് നോക്കുക. ദാറ്റ് വിൽ ബി ദ ആൻസർ. 59നെ 209 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ടൈംസ് പോകും, 187. സോ ദ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 32. ഈ ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. ബട്ട് ദ റിയൽ കൺസെപ്റ്റ് ഈസ് ദിസ്. ഓക്കെ, റിയൽ കൺസെപ്റ്റ് ഇതാണ്. ഇത് ഇവിടെ കട്ടായി പോയിരിക്കും. സോ റിമൈൻഡറിനെ മാത്രം നമുക്ക് ഡിവൈഡ് ചെയ്താൽ മതി. റിമൈൻഡർ നമുക്ക് വലുതായ ഒരു നമ്പർ ആയതുകൊണ്ട് അതെന്തായാലും ഡിവൈഡ് ആയി പോവും. എത്ര ടൈംസ് ഡിവൈഡ് ആയി പോവും? ഇത് എന്തുകൊണ്ടാണ് 32 വരുന്നത്? 59 into 3 plus 32 by 59 ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. 59 into 3 plus 32 by 59 ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ 59 into 3 plus 32 59 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ആയി പോവും? 0. സോ ദ റിമൈൻഡർ ഈസ് 32 എന്ന് വരും. സോ ദ ഫൈനൽ ആൻസർ വിൽ ബി 32. ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഈ കൺസെപ്റ്റ് ഓക്കെ ആണോ? ഈ കൺസെപ്റ്റ് ഓക്കെ ആണെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ SSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയാൽ ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊരു നല്ല SSC ആസ്പിറന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യും, ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If a number is divided by 129, leaves remainder 27. If 4 times of this number is divided by 86, then what will be the remainder? ഇതും ഒരു കൺസെപ്റ്റ് ആണ്. അതായത് if n is divided by 16, remainder is equal to ഒരു മിനിറ്റ്. If n is divided by 21, remainder equal to 16. Okay, ഇനി നമ്മളോട് പറയുന്നത് 5n by 5n നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയായിരിക്കും നമുക്ക് റിമൈൻഡർ വരുന്നത്? 5n നമ്മൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുക? n-നെ 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് റിമൈൻഡർ 16 ആണ് വരുന്നത്. ഇനി നമ്മൾ 5 ടൈംസ് ഓഫ് ദ നമ്പറിനെ നമ്മൾ 21 കൊണ്ട് ചെയ്യുമ്പോൾ ആക്ച്വലി നമുക്ക് വരുന്നത് എന്തായിരിക്കും സംഭവിക്കുന്നത്? 16 into 5 ചെയ്യുക. 16 into 5 എന്ന് പറയുമ്പോൾ 80 ആയിരിക്കും റിമൈൻഡർ വരുന്നത്. പക്ഷേ 80 റിമൈൻഡർ വരുമോ? ഇല്ല. 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരിക്കലും 80 റിമൈൻഡർ വരില്ല. അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും റിമൈൻഡർ? 21, 42, 63. സോ 17 വിൽ ബി ദ റിമൈൻഡർ. ഓക്കെ, 17 വിൽ ബി ദ റിമൈൻഡർ. ഇതും ആ കൺസെപ്റ്റ് കൊണ്ട് തന്നെയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക, n by 21 എനി നമ്പറിനെ നമ്മൾ 21 ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും, ഇപ്പൊ 16 വന്നത് ഞാനിതൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് പറയുന്നത്. 16 എന്ന് പറയുന്ന ഒരു നമ്പർ റിമൈൻഡർ ആയിട്ട് കിട്ടിയെങ്കിൽ നമ്മൾ 5 ടൈംസ് ഓഫ് ദാറ്റ് നമ്പറിനെ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ആ റിമൈൻഡറിനെയും 5 ടൈംസ് ചെയ്തിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി ഇതേ നമ്പറിനെ ഞാൻ 3 ടൈംസ് ചെയ്തു, അതായത് അതിന്റെ സ്ക്വയറിനെ അല്ലെങ്കിൽ അതിന്റെ ക്യൂബിനെ അങ്ങനെ എന്ത് ചേഞ്ച് വരുത്തിയാലും നമുക്ക് റിമൈൻഡറിലും അതേ ചേഞ്ച് തന്നെ വരും. അതായത് ഞാനിപ്പോ ഇതിന്റെ സ്ക്വയറിനെയാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ, n സ്ക്വയറിനെയാണ് ഞാൻ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക? n-നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 16 ആണ് റിമൈൻഡർ വന്നെങ്കിൽ 16ന്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുക. 16ന്റെ സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ എന്ന് വരുന്നത് നോക്കുക. 16ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരും? 256. 256 21 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ? 21, 4, 46. 46 എന്ന് പറയുമ്പോൾ 42. റിമൈൻഡർ ഈക്വൽ ടു എത്ര വരും? 4 എന്ന് വരും. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. റിമൈൻഡർ ഈക്വൽ ടു 4 എന്ന് വരും. അതായത് n ഈസ് എനി നമ്പർ ഡിവൈഡഡ് ബൈ 21 ആണ് 16 ആണ് നമ്മുടെ റിമൈൻഡർ എങ്കിൽ, ഇഫ് സെയിം നമ്പറിന്റെ സ്ക്വയറിനെ ഞാൻ 21 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ആയിരിക്കും റിമൈൻഡർ? 4 ആയിരിക്കും റിമൈൻഡർ. ഇനി ഒന്നുകിൽ ചിലപ്പോൾ 21 കൊണ്ട് തന്നെ ആയിരിക്കും ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളോട് പറയുന്നത് ഏതായിരിക്കും? ഈ കിടക്കുന്ന 21ന്റെ ഏതെങ്കിലും മൾട്ടിപ്പിൾ കൊണ്ടായിരിക്കും. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതായത് if a number is divided by 129, leaves remainder 27. If a number is divided by 129, leaves remainder 27. If 4 times of this number is divided by 86, if 4 times of this number is divided by 86 എന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? റിമൈൻഡർ 27 into 4 times. If 4 times of this number is divided by 86 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ആയിരിക്കും റിമൈൻഡർ വരുന്നത്? 27, 54, 108. 108നെ 86 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 22 എന്ന് വരും റിമൈൻഡർ. So the answer is 22. Answer is 22. ഓക്കെ, ഇനി ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറയണോ? ഈ ക്വസ്റ്റ്യനോട് ഞാൻ പറഞ്ഞുതരാം. ലാസ്റ്റ് ആണ് n ഈസ് ഈക്വൽ ടു നമുക്ക് 129k. k എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പർ ക്വോഷ്യന്റ് കൊടുക്കുകയാണ്. 129k plus 27 ആണ് അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് 4 ടൈംസ് ഓഫ് ദിസ് നമ്പർ. 4 ടൈംസ് ഓഫ് ദിസ് നമ്പർ എന്ന് പറയുമ്പോൾ 4n ഈക്വൽ ടു 4 into 129k plus 27 into 4
ഡിവൈഡഡ് ബൈ സെയിം നമ്പർ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്? അല്ല, 86 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫസ്റ്റ് പാർട്ടിനകത്ത് ഒന്നും വരില്ല, ഫസ്റ്റ് പാർട്ട് കട്ടായി പോകും. കാരണം ഇതിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ കൊണ്ടായിരിക്കും ചെയ്യുന്നതെന്ന്. ഇത് നിങ്ങൾ നോക്കിയേക്കുന്നത് 86 എന്ന് പറയുമ്പോൾ എത്ര വരും? 86 എന്ന് പറയുമ്പോൾ 43 × 2 അല്ലേ? ഇതെന്ന് പറയുമ്പോൾ 43 × 3 അല്ലേ? അല്ലേ? അപ്പൊ ഇത് രണ്ട് ക്യാൻസൽ ആയി പോയിട്ട് ഇതിനകത്തുനിന്ന് റിമൈൻഡർ എത്ര ആയിരിക്കും വരുന്നത്? 0 അല്ലേ വരുന്നത്? സോ അൾട്ടിമേറ്റ്ലി റിമൈൻഡറിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? ലാസ്റ്റ് ഉള്ള ഫൈനൽ റിമൈൻഡർ വരുള്ളൂ. 27 × 4 അങ്ങനെയാണ് 108 വരുന്നത്. 108/86 എന്ന് വരുന്നത്. സോ റിമൈൻഡർ ഈസ് 22. ഓക്കെ ആണോ? അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. നിങ്ങൾ എന്ത് മാത്രം ആലോചിച്ചാൽ മതി? നിങ്ങൾ ആകെ ആലോചിക്കേണ്ട ഈ ഒരു സാധനം മാത്രം ആലോചിച്ചാൽ മതി. 27 × 4 ഡിവൈഡഡ് ബൈ 86. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഈ ഒരു സാധനം മാത്രമേ ചെയ്യാവൂ. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഈ കാര്യം മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ എടുക്കുകയാണെ. Two numbers when divided by 17 and leaves remainder 13 and 11. Two numbers when divided by 17 leaves remainder 13 and 17. If the sum of those two remain numbers is divided by 17. അതായത് two numbers ഇപ്പൊ ജസ്റ്റ് ഞാൻ വെറുതെ കൊടുക്കുകയാണ്. n1 by 17, two numbers when divided by 17 leaves remainder 13. അടുത്ത n2 നെയും 17 കൊണ്ട് ചെയ്തപ്പം റിമൈൻഡർ ഈക്വൽ ടു 11. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് നമ്പറുകളെയും സം ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ, ഡിവൈഡഡ് ബൈ 17 ചെയ്യുവാണെങ്കിൽ റിമൈൻഡർ എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്പറിൽ എന്ത് ഓപ്പറേഷൻ ചെയ്യുന്നു അതേ ഓപ്പറേഷൻ തന്നെ നമ്മൾ റിമൈൻഡർ ചെയ്താൽ മതി. വേറെ ഒരു കാര്യവും നിങ്ങൾ ആലോചിക്കേണ്ട. അപ്പം അതേ ഓപ്പറേഷൻ തന്നെ റിമൈൻഡർ ചെയ്യുമ്പോൾ നമ്പർ ആഡ് ചെയ്യുന്നത് പോലെ റിമൈൻഡർ ആഡ് ചെയ്യുക. 13 + 11 ബൈ ഡിവൈഡഡ് ബൈ 17. 13 + 11 എന്ന് പറയുമ്പോൾ 24. 24നെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ എത്രയാണ് വരുന്നത്? റിമൈൻഡർ ഈക്വൽ ടു 7. ഇതൊരു 2019 TCS ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്ത് സിമ്പിൾ ആണെന്ന് നോക്ക്. ഇത്രയേ ഉള്ള ക്വസ്റ്റ്യൻ. 13 + 11 ബൈ 17. ഇത് മെന്റൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്, മനസ്സിൽ ആലോചിച്ച് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. നമ്മൾ എക്സാമിന് പേപ്പറും പേനയും എടുക്കുക പോലും വേണ്ട. ഓക്കെ, 2 സെക്കൻഡിനുള്ളിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലമാണ്. പക്ഷെ ഈ കൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രം. ഓക്കെ, ഇനി ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. n1 = 17 ആണെങ്കിൽ നമുക്ക് n1 = 17x + 13 എന്ന് എഴുതാം. അതുപോലെ n2 = 17y + 13 എന്ന് എഴുതാം. 11 എന്ന് എഴുതാം അല്ലേ? ഇനി n1 + n2 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? n1 + n2 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 17 എന്തായാലും കോമൺ വരും, ഇൻറ്റു x + y എന്ന് വരും, പ്ലസ് 13 + 11 24 വരും. ഇതിനെ 17 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ 17ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലും റിമൈൻഡർ വരുമോ? ഇല്ല, 24 നിന്ന് മാത്രമേ റിമൈൻഡർ വരുള്ളൂ. അതാണ് നമുക്ക് ഇവിടെ കിട്ടിയ 7. ഇപ്പൊ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആയില്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമായിരുന്നു. എത്രാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്? 8ാമത്തെ ആയിരുന്നു. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ. If a number is divided by a divisor d of 2 digit gives a remainder 68. If 5n is divided by n, it gives a remainder 8. Then find the value of d. Okay, ഇത് കഴിഞ്ഞ വട്ടം 2019 CPOയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2019 CPO. ഇതെല്ലാം TCSന്റെ പുതിയ പാറ്റേൺ ആണ്. TCSന്റെ പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ്. ഇഫ് എ നമ്പർ n ഈസ് ഡിവൈഡഡ് ബൈ എ ഡിവൈസർ d, n-നെ ഒരു ഡിവൈസർ d കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എനിക്ക് റിമൈൻഡർ വന്നത് എന്താണ്? റിമൈൻഡർ ഈക്വൽ ടു എനിക്ക് വന്നത് 68 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി സെയിം നമ്പർ
ഈ സെയിം നമ്പറിന്റെ 5 ടൈംസിനെ 5n ഞാൻ സെയിം നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. 5n ഈസ് ഡിവൈഡഡ് ബൈ n അല്ല, 5n ഈസ് ഡിവൈഡഡ് ബൈ d ആണ്. ഈ 5n ഈസ് ഡിവൈഡഡ് ബൈ d ആണെങ്കിൽ എന്തായിരിക്കും റിമൈൻഡർ വരേണ്ടത്? റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 5 into 68 ആയിരിക്കും നിങ്ങളുടെ റിമൈൻഡർ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. 5 into 68 ഈക്വൽ ടു എത്രയാണ്? 340 വന്നു. 340 ആണോ നിങ്ങളുടെ റിമൈൻഡർ? പക്ഷേ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിട്ടുണ്ട് സോ ഇറ്റ് ഗിവ്സ് എ റിമൈൻഡർ 8. അപ്പൊ 340 അല്ല, അല്ലെ? 340 അല്ല റിമൈൻഡർ, 340 അല്ല റിമൈൻഡർ, 8 ആണ് റിമൈൻഡർ. അപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, എനിക്ക് ഈ 340യെ ഇങ്ങനെ 332 പ്ലസ് 8 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിക്കൂടെ? ഈ 340യെ 332 പ്ലസ് 8 ബൈ ഡി. കാരണം ഈ ബൈ ഡി കൊണ്ട് എന്തായാലും ചെയ്യണം, കാരണം നമ്മൾ പറഞ്ഞായിരുന്നു റിമൈൻഡർ എന്തായാലും ചെറുതായിട്ടേ വരുള്ളൂ. അപ്പൊ ഇതിനേക്കാൾ മേളിൽ കിടക്കുന്ന സംഖ്യ വലുതാണെങ്കിൽ നമ്മൾ അഗെയിൻ ഡിവൈഡ് ചെയ്ത് പോകും, എന്നിട്ട് 0 ആയിട്ട് റിമൈൻഡറിനെ മാത്രമേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മളത് പറഞ്ഞായിരുന്നു. അപ്പൊ ഇതിനകത്ത് 8 ആണ് റിമൈൻഡർ വന്നത് കൊണ്ട് നമ്മൾ ആ 8നെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതി, അല്ലെ? 8നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റി എഴുതി. അപ്പം ബാക്കി കിടക്കുന്ന ഈ 332വിനെയും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ഈ ഡിവൈസറുമായിട്ട് കട്ട് ചെയ്ത് പോയിട്ട് റിമൈൻഡർ ഇവിടെ 0 വന്നിട്ടുണ്ടാകണം, അല്ലെ? ഈ ഡിവൈസറുമായിട്ട് കട്ട് ചെയ്ത് പോയിട്ട് ഈ റിമൈൻഡർ എന്തായി പോയിട്ടുണ്ടാവും? 0 ആയി പോയിട്ടുണ്ടാവും. അതുകൊണ്ടാണല്ലോ ഈ റിമൈൻഡർ 8 മാത്രം വന്നത്, അല്ലെ? അപ്പം ഒന്നുകിൽ എനിക്ക് പറയാം ഡി എന്താണ്? 332 ആണ്, അല്ലെ? ഒന്നുകിൽ 332 ആണ് ഡി, അല്ലെങ്കിൽ 332വിന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെ? 332 ഓർ ഇറ്റ്സ് മൾട്ടിപ്പിൾ വന്നാലും റിമൈൻഡർ എന്തായി പോവും? കട്ടായി പോയി, 0 ആയി പോവും, അല്ലെ? അങ്ങനെയാണെങ്കിൽ 8 റിമൈൻഡർ വരാം. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ഒരു നമ്പർ ഉണ്ടായിരുന്നു, വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ കിടിലം ക്വസ്റ്റ്യൻ ആണ്, കിടിലം കൺസെപ്റ്റുമാണ്. n ഈസ് ഡിവൈഡഡ് ബൈ ഒരു ഡി നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിമൈൻഡർ 68 വരുന്നു. ദെൻ അഗെയിൻ 5 ടൈംസ് ഓഫ് ദാറ്റ് നമ്പറിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വരേണ്ടത് 5 into 68 340 ആയിരുന്നു നമുക്ക് റിമൈൻഡർ വരേണ്ടത്. പക്ഷേ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമുക്ക് റിമൈൻഡർ 8 ആണ് വരുന്നത്. അപ്പൊ 8 ആണ് വരുന്നതെങ്കിൽ 332 പ്ലസ് 8 എന്ന് എനിക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പൊ ശരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഈ 332 എന്ന് പറയുന്ന സാധനത്തിനെ ഈ ഡിവൈസർ ഡിവൈഡ് ചെയ്തപ്പോൾ അവിടെ റിമൈൻഡർ 0 ആയി പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ 0 ആയി പോയിട്ടുണ്ടാവണമെങ്കിൽ ഡിവൈസർ ഒന്നുകിൽ 332 ആയിരിക്കണം, അല്ലെങ്കിൽ 332ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 332ന്റെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ 332ന്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എത്ര? 332 അല്ലെങ്കിൽ 332 എന്ന് പറയുമ്പോൾ 160 320 166 166 into 2 അല്ലേ? 166 എന്ന് പറയുമ്പോൾ 83 into 4 ആണ്. 83 ആൻസറിനകത്തുണ്ട്. 83 ഇനി ഫർദർ ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം 83 ഒരു പ്രൈം നമ്പർ ആണ്. സോ ആൾസോ തന്നെ തന്നിട്ടുണ്ട് ഡി ഈസ് എന്താണ്? ഒരു 2 ഡിജിറ്റ് നമ്പർ. ഡി ഈസ് എ 2 ഡിജിറ്റ് നമ്പർ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഈ പോസിബിലിറ്റിയും പറ്റില്ല, ഈ ഒരൊറ്റ പോസിബിലിറ്റി മാത്രമേ പറ്റൂ. സോ ദ ആൻസർ ഈസ് 83. Okay, so the answer is 83. Since the number D is a 2 digit number, answer is 83. Okay, നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ? നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലത്തെ നല്ല കൺസെപ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും TCS ഇപ്പൊ ചോദിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ ഇപ്പൊ a raised to n plus b raised to n-നകത്ത് ഏതൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്ന് നമുക്ക് പഠിക്കണം. അതായത് നമ്മളിപ്പോ ഫാക്ടേഴ്സിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആണ് എടുക്കുന്നത്. അതിനകത്ത് തന്നെ a raised to n plus b raised to n, ഫസ്റ്റ് ടേം n equal to odd. അടുത്ത a raised to n plus b raised to n, n equal to even. അടുത്ത a raised to n minus b raised to n, n equal to odd. അടുത്ത a raised to n plus b raised to n, n equal to even. ഇനി
എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എന്നിനകത്തൊക്കെ നമുക്ക് ഇതിനകത്തെല്ലാം നമുക്ക് ചെക്ക് ചെയ്യേണ്ട രണ്ട് കാര്യമാണ്. എ പ്ലസ് ബിയും എ മൈനസ് ബിയും ഇതിന്റെയൊക്കെ ഫാക്ടേഴ്സ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അല്ലെ. അതായത് ഇതിലെ ഓരോ സാധനത്തിനും എന്നിന് ഓരോ പവർ വരുമ്പം എ പ്ലസ് ബിയും എ മൈനസ് ബിയും അതിന്റെ പവർ ആണോ എന്നാണ്, അതിന്റെ ഫാക്ടർ ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഇതിങ്ങനെ കാണാൻ പഠിച്ചങ്ങ് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഞാനത് കറക്റ്റ് എന്താ റീസൺ പറയാം. എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ ഇതിനകത്ത് ഞാനൊരു ഓഡ് ടേം ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഓഡ് ടേം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഒരു ഓഡ് ടേം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? നിങ്ങൾ നോക്കിയേ, ഒരു ഓഡ് ടേം ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എന്നിന് വരെ ഒരു ഓടിട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എ പ്ലസ് ബി തന്നെയല്ലേ വരുന്നത് അല്ലേ. അടുത്തത് ഇനി ഞാൻ ഒരു ഈവൻ ഇട്ട് കൊടുത്ത് ഓരോ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി ആണ് അല്ലേ. അതുപോലെ തന്നെ 5 ഇട്ട് കൊടുത്താലും എ റൈസ് ടു 5 പ്ലസ് ബി റൈസ് ടു 5 ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു ഇതുപോലൊരു വലിയ സംഭവം വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ കേസസ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എന്നിനകത്ത് എൻ ഈക്വൽ ടു ഓഡ് പവർ വരുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ കാണാൻ പറ്റുന്നുണ്ട്. എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് കൊടുക്കാം എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ ആണെങ്കിൽ എന്തായിരിക്കും ഫാക്ടർ? എ പ്ലസ് ബി ഒരു ഫാക്ടർ ആയിരിക്കും, എ മൈനസ് ബി നോട്ട് എ ഫാക്ടർ. ഓക്കെ, എ പ്ലസ് ബി ഒരു ഫാക്ടർ ആയിരിക്കും, എ മൈനസ് ബി നോട്ട് എ ഫാക്ടർ. ഓക്കെ, നമുക്ക് ഇനി അടുത്ത് നോക്കാം. എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ മൈനസ് നോക്കാം. എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ, എൻ ഈസ് ഈക്വൽ ടു ഓഡ്. ഓക്കെ, എൻ ഈസ് ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ എ റൈസ് ടു 1 മൈനസ് ബി റൈസ് ടു 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എ മൈനസ് ബി തന്നെ ആയിരിക്കും. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ്. അതുപോലെ തന്നെ എ റൈസ് ടു 5 മൈനസ് ബി റൈസ് ടു 5 എന്ന് പറയുമ്പോഴും ഒരു എ മൈനസ് ബി ടേം എന്തായാലും വരും, പിന്നെ ഒരു വലിയ ടേം വരും. സോ ഇതിനകത്തും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, മൈനസ് വരുമ്പോൾ ഓടാകുമ്പോൾ എ മൈനസ് ബി എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്നുണ്ട്. എ പ്ലസ് ബി കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ വേർ എൻ ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ എന്തായിരിക്കും ഫാക്ടർ? എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ, എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ പോലെ തന്നെ എ മൈനസ് ബി ഒരു ഫാക്ടർ ആയിരിക്കും, എ പ്ലസ് ബി ഒരു ഫാക്ടർ ആയിരിക്കില്ല. ഓക്കെ ആണോ? ഓക്കെ ആണേ. അടുത്ത നമ്മൾ എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ ഈവനും ഇവിടെ മൈനസ് ആണല്ലേ വരേണ്ടത്. ഓക്കെ, അടുത്തത് എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ എൻ ഈക്വൽ ടു ഈവൻ. എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ എൻ ഈക്വൽ ടു ഈവൻ എന്ന് പറയുമ്പോൾ എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ എങ്ങനെ വരും നോക്കാം. എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ എൻ ഈവൻ, അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അല്ലെങ്കിൽ എ റൈസ് ടു 4 പ്ലസ് ബി റൈസ് ടു 4, അല്ലെങ്കിൽ എ റൈസ് ടു 202 പ്ലസ് ബി റൈസ് ടു 202. ഇതിന്റെ ഒന്നും നമുക്ക് എക്സ്പാൻഷനും അറിയില്ല, ഇതിന്റെ ഒന്നും നമുക്ക് ഇക്വേഷനും അറിയില്ല. ഇതിനകത്തൊക്കെ എ പ്ലസ് ബി വരുമോ എ മൈനസ് ബി വരുമോ, അതിന്റെ ഒന്നും നമുക്കൊരു പ്രത്യേക ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ. എ സ്ക്വയർ പ്ലസ് ബി എ റൈസ് ടു 4 പ്ലസ് ബി റൈസ് ടു 4നകത്ത് എ പ്ലസ് ബി ഒരു ഫാക്ടർ ആണെന്നൊന്നും പറയാനൊന്നും ഒരിക്കലും പറ്റില്ല. എ മൈനസ് ബി ഒരു ഫാക്ടർ ആണെന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് നോ ഫാക്ടേഴ്സ്, എ പ്ലസ് ബിയും ഫാക്ടർ അല്ല, എ മൈനസ് ബിയും ഫാക്ടർ അല്ല. സോ എ റൈസ് ടു എൻ പ്ലസ് ബി റൈസ് ടു എൻ എൻ ഈക്വൽ ടു ഈവൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് ബിയും ഒരു ഫാക്ടർ അല്ല, എ മൈനസ് ബിയും ഒരു ഫാക്ടർ അല്ല. ഇതിന്റെ രണ്ടും ഫാക്ടർ അല്ല. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും? എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ, a raised to n minus b raised to n, a raised to n minus b raised to n where n equal to even. ഈ കേസ് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ഈ കേസ് നിങ്ങൾ എന്നിന് ഈവൻ ഏതെങ്കിലും ഒരു ഡിജിറ്റ് കൊടുത്തിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താണ് ഫോർമുല? ഞാൻ ആൾജിബ്ര പഠിപ്പിച്ചു. എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, അല്ലെങ്കിൽ എ റൈസ് ടു 4 മൈനസ് ബി റൈസ് ടു 4 എന്താണ് ഫോർമുല? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ
into a square minus b square. So we can represent it as a plus b into a minus b form. അല്ലേ, നമുക്ക് a plus b ആയിട്ടും a minus b ആയിട്ടും അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ a square minus b squareനകത്ത് ഈ സാധനം അഗൈൻ വരും. സോ ഈ a plus bയും a minus bയും നമ്മൾ ഇതിന്റെ ഏതൊരു ഫാക്ടർ എടുത്തു കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് പറയാം? a raised to n minus b raised to n, n equal to even ആണെങ്കിൽ a plus b is a factor and a minus b is a factor. ഓക്കെ ആണോ? ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. ഇതിനകത്ത് നിങ്ങൾ ആകെ ഒരു സാധനം മാത്രം നോക്കിയാൽ മതി, എ ക്യൂബ് പ്ലസ് ബി ക്യൂബ്. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനകത്ത് എ പ്ലസ് ബി ഫാക്ടർ ആണല്ലോ, എ മൈനസ് ബി എന്താണ്? ഫാക്ടർ അല്ല. ഓക്കെ ആണേ? അടുത്തത് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് എ ബി ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എ മൈനസ് ബി ഫാക്ടർ ആണ്, എ പ്ലസ് ബി ഫാക്ടർ അല്ല. അടുത്തത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, അത് നിങ്ങൾക്കറിയാം രണ്ടും ഫാക്ടർ ആയിരിക്കും. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ് ഫോർമുല തന്നെ, അല്ലേ? അടുത്തത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, എ പ്ലസ് ബി ഇല്ല, എ മൈനസ് ബി ഇല്ല. ഇപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഈ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഓക്കെ, one of the factors of 8 raised to 2k plus 5 raised to 2k where k is an odd number. ഇതും 2018 ക്വസ്റ്റ്യൻ ആണേ. CGL 2018 വന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിനകത്ത് വലിയായിട്ട് സംഭവങ്ങളൊന്നും ഇല്ല. ഇങ്ങനൊരു സാധനം കാണുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന 8 raised to 2k plus 5 raised to 2k is divisible by where one of the factor ആണ് ചോദിച്ചേക്കുന്നത്. അതായത് one of the factor കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 8 raised to 2k, k equal to 1 കൊടുത്താൽ മതി. k equal to 1 കൊടുക്കുമ്പോൾ എന്ത് വരും? 8 square plus 5 square. 8 square എന്ന് പറയുമ്പോൾ 64 plus 25 എന്ന് പറയുമ്പോൾ 89. സോ 89 ഒരു എന്തായേ പറ്റുള്ളൂ? 89 ഒരു ഫാക്ടർ ആയേ പറ്റുള്ളൂ. കാരണം കെക്ക് 1 കൊടുക്കുമ്പോൾ 89. സോ 89 ഉള്ള ഓപ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് അടിച്ചേ പറ്റുള്ളൂ. 89 അല്ലേ ഓപ്ഷൻ ഉള്ളൂ, 2 ഒന്നും കൊടുത്തിട്ടൊന്നും ഇല്ല, അല്ലേ? ഇനി പക്ഷെ ശരിക്കും ഇതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്ത സാധനമാണ്. അതായത് 8 raised to 2k plus 5 raised to 2k, ഇതല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഇനി 8 raised to 2k എനിക്ക് എന്ത് എഴുതാം? 8 square the whole raised to k എന്ന് എഴുതിക്കൂടെ? അതായത് 64 the whole raised to k എന്ന് എഴുതിക്കൂടെ? 64 the whole raised to k plus 25 the whole raised to k എന്ന് എഴുതിക്കൂടെ? ഈ 64 plus 25 the whole raised to k. ഇതിപ്പോ ഏത് ഫോർമാറ്റിലായി? a raised to n plus b raised to n ഫോർമാറ്റിലായി, അല്ലേ? a raised to n plus b raised to n. അങ്ങനെയാണെങ്കിൽ one of the factors where k is an odd number, k ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, അതായത് ഇവിടത്തെ കേസിൽ n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? n ഓഡ് നമ്പർ ആണെങ്കിൽ ഒരേ ഒരു ഫാക്ടർ ഉണ്ടാവും, a ക്യൂബ് പ്ലസ് ബി ക്യൂബ് അല്ലെങ്കിൽ എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവുമെങ്കിൽ 64 പ്ലസ് 25 89 ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും എല്ലാ കേസിലും. ഓക്കെ, ഇതാണ് ഇതിന്റെ ശരിക്കും കൺസെപ്റ്റ്, ഇതാണ് ഇതിന്റെ ശരിക്കും ക്വസ്റ്റ്യൻ കൺവെൻഷണൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്. ഇനി നമ്മൾ അല്ലാതെ സോൾവ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് k equal to 1 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, പക്ഷെ സംഭവം ഇതാണ്. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്ത നോക്കിയോ, വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 127 the whole raised to 97 plus 127 the whole raised to 97 plus 97 the whole raised to 97 is divisible by 32 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് റിമൈൻഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ തന്നിരിക്കുന്ന സാധനം ഏത് ഫോർമാറ്റിലാണ് ഇപ്പൊ കിടക്കുന്നത്? ഏത് ഫോർമാറ്റിലാണ് കിടക്കുന്നത്? a raised to n plus
b raised to n where n is equal to എന്താണ്? n is equal to odd ആണ്. n is equal to odd ആണെങ്കിൽ എന്തായിരിക്കും ഒരു ഫാക്ടർ? ഇപ്പോഴും പറയാൻ മടിയുണ്ടോ? a plus b ആയിരിക്കും ഒരു ഫാക്ടർ. a plus b ആണ് ഫാക്ടർ എങ്കിൽ 127 plus 97 എന്ന് പറയുമ്പോൾ 127 97 എന്ന് പറയുമ്പോൾ എത്ര? 120 90 210 214 എന്ന് വരും. 214/32 നമ്മൾ ചെയ്യും. അതായത് ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും 214. എവിടെയെങ്കിലും a raised to n plus b raised to n എന്ന് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫാക്ടർ വരും. ആ ഫാക്ടറെ ഇൻറ്റു ഒരു സാധനം വരും. അപ്പൊ ഈ 127 plus 97 മാത്രമല്ല, ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കാണും, എന്തെങ്കിലും ഒരു ടൈം, ഒരു വലിയ ടൈം കാണും കേട്ടോ. അപ്പൊ അതിനെ 32 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 32 into 7 ആണ് 214. സോ 214ഉം 32ഉം കട്ടായി പോവും. റിമൈൻഡർ ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, ഈ 214 32ന്റെ മൾട്ടിപ്പിൾ ആണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കാര്യം. അപ്പം ഇവിടെ റിമൈൻഡർ 0 ആയിട്ട് വരും. രണ്ടും കട്ടായി പോവും. ഓക്കെ ആണോ? ഡൗട്ട് ഇല്ലല്ലോ? നമ്മൾ നേരത്തെ പഠിച്ച അതേ സാധനം അപ്ലൈ ചെയ്തേക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഇതും ഇതേ ടൈപ്പാണ്. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 3 raised to 341 raised to 218 minus 156 the whole raised to 218 is divisible by 259. Is divisible by 259. is divided by 259 ആണ് കേട്ടോ, ഡിവിസിബിൾ അല്ല. വാട്ട് ഈസ് ദ റിമൈൻഡർ വെൻ 3 raised to 41 341 the whole raised to 218 minus 156 the whole raised to 218 divided by 259 ആണ്. അപ്പം ഇതും നമ്മൾ പഠിച്ച അതേ കേസാണ്. ഏതാണ് കേസ്? നമ്മുടെ a raised to n minus b raised to n where n is equal to even. ഈ കേസിലാണ് നമ്മൾ രണ്ട് സാധനം വരുമെന്ന് പറഞ്ഞ്. ഏതൊക്കെയായിരുന്നു? a പ്ലസ് ബിയും a മൈനസ് ബിയും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും അല്ലേ? a പ്ലസ് ബിയും a മൈനസ് ബിയും അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരും. അപ്പോൾ a പ്ലസ് ബി അതിൻ്റെ a മൈനസ് ബി അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ്? a പ്ലസ് ബി a മൈനസ് ബി അതിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് വരുമ്പം, അതായത് ഈക്വൽ ടു a പ്ലസ് ബി എന്ന് പറയുമ്പോൾ 341 പ്ലസ് 156 അല്ലേ? അപ്പൊ എത്ര വരും? 6 1 7 4 5 9 3 1 4 497 ഇൻറ്റു 340 1 പോയാൽ 11 6 പോയാൽ 5 13 5 പോയാൽ 8 2 1 പോയാൽ 1 185 എന്നും വന്നു. 185 ഇൻറ്റു ഒരു നമ്പർ ഇവിടെ കാണും. ഇൻറ്റു ഏതെങ്കിലും ഒരു നമ്പർ ഡിവൈഡഡ് ബൈ 259 ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ റിമൈൻഡർ എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇനി ഇതിനെ നിങ്ങളൊന്ന് ക്ലോസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 9 4 13 7 20 497 259 അല്ലേ? 259 ഏതെങ്കിലും നമ്പർ കോമൺ ആയിട്ട് വരുന്നുണ്ടോ? കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? 259 341 minus 156 341 441 497 into 341 minus 156 എന്ന് പറയുമ്പോൾ 3 minus 1 5. ഓക്കെ, കറക്റ്റ് ആണ്. 185 എന്ന് പറയുമ്പോൾ ഇനി ഇതിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. 497 ഈക്വൽ ടു 185നെ ഞാൻ വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാമല്ലോ. എനിക്ക് 5 into 37 എന്ന് എഴുതാം. 5 into 37 എന്ന് എഴുതാം. 37 into 7 ആണോ 259? യെസ്. സോ 497 എനിക്കൊരു 7 പുറത്തെടുക്കാം. 7 പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും? ഇതിനകത്തൊന്ന് ഇത് ഞാൻ വായിച്ചു കളഞ്ഞട്ടെ, സ്പേസ് ഇല്ല കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പം എന്ത് വന്നു? 497 ഞാൻ ഒരു 7 എടുത്ത് വെളിയിലിട്ടു. 7 വെളിയിലെടുത്തിട്ട് കഴിഞ്ഞാൽ എന്ത് വരും? 771 ഇൻറ്റു 5 ഇൻറ്റു 37 ബൈ 259. അയ്യോ, ഇത് മാത്രമല്ല, ഇവിടെ ഇൻറ്റു ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ എന്താണ് വരുന്നതെന്ന് അറിയാവോ? ആ നമ്പർ എന്താണ് വരുന്നത്? a² മൈനസ് b² ഈക്വൽ ടു, അല്ലെങ്കിൽ a raised to 4 മൈനസ് b raised to 4 ഈക്വൽ ടു a² മൈനസ് b² ഇൻറ്റു a² പ്ലസ് b² ആണ്.
ഇത് അഗെയിൻ സ്പ്ലിറ്റ് ആയി എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഈ സാധനം മാത്രമാണ് നമ്മൾ എഴുതിയത്. ഈ സാധനമാണ് നമ്മൾ അവിടെ ഇപ്പുറത്തൊരു നമ്പർ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സാധനം നമ്മൾ അതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഇത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ 7 × 37 259 ആണ്. അപ്പൊ 259ന്റെ മൾട്ടിപ്പിൾ ആണ് ഈ മോളിൽ കിടക്കുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ആണ് മോളിൽ കിടക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? റിമൈൻഡർ എന്ത് സംഭവിക്കും? റിമൈൻഡർ ഈക്വൽ ടു 0 ആവും. ടോട്ടലി ക്യാൻസൽ ആയി പോവും. സോ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0. സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷെ ഞാൻ അതിന്റെ കുറച്ച് വെറൈറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിടന്നത് ഞാൻ എടുത്തിട്ടെന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. അടുത്ത നോക്കിയോ, സെയിം പാറ്റേൺ തന്നെയാണ്. 31 raised to 20 minus 1024 is divisible by, is not divisible by ആണ് ചോദിച്ചേക്കുന്നത്. is not divisible by which number? 31 raised to 20 minus 1024. അപ്പൊ ഈ 1024 കാണുമ്പോഴേ എനിക്കൊരു സംഭവം മനസ്സിൽ തോന്നും. എന്താണ് 1024 is equal to? ഭയങ്കര ഫേമസ് ആണ്. 2 raised to 10 ആണല്ലേ 1024. അപ്പൊ എനിക്ക് ഇതിനെ എന്ത് റെപ്രസെന്റ് ചെയ്യാം? 31 raised to 20 minus 2 raised to 10 by, അല്ല, ഈ നമ്പർ ഏതൊക്കെ കൊണ്ട് ഡിവിസിബിൾ ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. 31 raised to 20 minus 2 raised to 10. അപ്പൊ നമ്മൾ പഠിച്ച കേസിലൊക്കെ a raised to n മൈനസ് b raised to n, ഇവിടെ രണ്ട് പവർ സെയിം ആണല്ലേ. പവർ സെയിം ആണെന്നുള്ള കേസിലാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ പവർ സെയിം ആണെന്നുള്ള കേസിൽ നമ്മൾ പഠിച്ചെങ്കിൽ പവർ സെയിം ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്താൽ മതി? ഈ 31 സ്ക്വയർ ചെയ്താൽ പോരെ. അതായത് എനിക്ക് 31 സ്ക്വയർ ദ ഹോൾ റേസ് ടു 10 മൈനസ് 2 raised to 10 എന്ന് എഴുതിക്കൂടെ അതിനെ? അതായത് 961 മൈനസ് 961 ദ ഹോൾ റേസ് ടു 10 മൈനസ് 2 raised to 10 എന്ന് എഴുതിക്കൂടെ? അതായത് ഇപ്പം നമുക്ക് എന്ത് മനസ്സിലായി? a raised to n മൈനസ് b raised to n എന്ന ഫോമിലാണ്. അങ്ങനെയാണെങ്കിൽ a raised to n മൈനസ് b raised to n ഫോമിലാണെങ്കിൽ, ഈവൻ ആണെങ്കിൽ എന്തൊക്കെ വരാം? a പ്ലസ് ബി വരാം, a മൈനസ് ബി വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ വരാം? 963 വരാം, 959 വരാം. ഓക്കെ ആണോ? 963 വരാം, 959 വരാം. 107 ഇൻറ്റു 7 ചെയ്താൽ എത്ര? 7 7 49, 709 ആണല്ലേ. അപ്പൊ 137 ഇൻറ്റു 7 ചെയ്താൽ 7 7 49, 3 4 7 21 25, 959. ഓക്കെ, അപ്പൊ 963 ഇൻറ്റു 959, 959 എന്തെഴുതാം? 137 ഇൻറ്റു 7 എന്ന് എഴുതാം. 963 എന്തെഴുതാം? 107 ഇൻറ്റു 963 എന്ന് പറയുമ്പോൾ 107 ഇൻറ്റു 9 ആയിരിക്കും അല്ലെ. 107 ഇൻറ്റു 9 ആയിരിക്കും. അപ്പൊ ഇത്രയും സാധനങ്ങൾ വരാം. അപ്പൊ ഇതിനകത്ത് 137 നോട്ട് ഡിവിസിബിൾ ബൈ ആണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് ഡിവിസിബിൾ ബൈ ആണെങ്കിൽ എന്തൊക്കെ വരില്ല? 137 ഉണ്ട്, 9 ഉണ്ട്, 107 ഉണ്ട്. അപ്പൊ ഇത് മൂന്നും അല്ല ഓപ്ഷൻ. സോ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 32. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 32. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ജസ്റ്റ് വേറൊരു മെത്തേഡൂടെ പറഞ്ഞുതരാം. 31 raised to 20. 31 raised to 20 എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. 1 raised to എത്രയോ ഒരു സംഭവം പോയി കഴിഞ്ഞാലും അതെന്ത് തന്നെ ആവുള്ളൂ? 1ന്റെ ഏതെങ്കിലും ഒരു ഡിജിറ്റ് ആണ്. സോ ഈ ഡിജിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഡ് ടേം ആണ് അല്ലെ, ഒരു ഓഡ് ടേം ആണ്. ഇനി ഈ ഓഡ് ടേമിനകത്തുനിന്ന് ഈവൻ ടേം ആണ് കുറച്ചിരിക്കുന്നത്. ഓഡ് ടേമിനകത്തുനിന്ന് ഈവൻ ടേം കുറച്ചിരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും വരുന്നത്? എപ്പോഴും ഒരു ഓഡ് ടേം ആയിരിക്കും വരുന്നത്. അതായത് ഒരു ഓഡ് നമ്പറിനകത്തുനിന്ന് ഒരു ഈവൻ നമ്പർ കുറയ്ക്കുകയാണെങ്കിൽ ഒരു ഓഡ് നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പൊ ആ ഓഡ് നമ്പർ ആണെങ്കിൽ ആ ഓഡ് നമ്പറിന്റെ ഫാക്ടർ ഒരിക്കലും ഈവൻ പോസിബിൾ അല്ല. സോ ഫസ്റ്റ് ഓപ്ഷനിൽ തന്നെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്യാം. ബാക്കി മൂന്നും ഓഡ് ഓപ്ഷൻസ് ആണ്. സോ ദ ആൻസർ ഈസ് 32. ഓക്കെ ആണോ?
അടുത്ത നോക്കിയോ, 16 പ്ലസ് 17 പ്ലസ് 18 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 17. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത്ര മാത്രം ചെയ്താൽ മതി. 16 പ്ലസ് എല്ലാത്തിൻ്റെയും പവർ മാറ്റി ജസ്റ്റ് 1 ഇട്ട് കൊടുക്കുക. 16 പ്ലസ് 17 പ്ലസ് 18 പ്ലസ് 19 ഡിവൈഡഡ് ബൈ 70 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 16, 33, 43, 51, 60, 70/70 എന്ന് വരും. സോ ദ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 0. 70 വരും. 70 നമ്മൾ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ആയിരിക്കും? സോ ദ റിമൈൻഡർ ഈസ് ആൻസർ 0. ഓക്കെ ആണോ? ഇത് നിങ്ങൾ ഇങ്ങനെ ഷോർട്ടായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഇനി ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ പറയാം. നോക്കിയോ, 16 പ്ലസ് ഞാൻ അതിനെ ഇപ്പുറത്തുള്ള ടേമിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു 19 പ്ലസ് 17 പ്ലസ് 18 ഓക്കെ ആണോ? ഡിവൈഡഡ് ബൈ 70. ഓക്കെ അല്ലേ? ഡിവൈഡഡ് ബൈ 70. ഇനി 16 പ്ലസ് 19 എന്ന് പറയുമ്പോൾ എന്താണ്? a⁻n പ്ലസ് b⁻n വേർ n ഈസ് ഈക്വൽ ടു ഓഡ് ആണ്. അങ്ങനെയാണെങ്കിൽ a പ്ലസ് ബി ഒരു ഫാക്ടർ ആയിരിക്കും. a പ്ലസ് ബി എന്ന് പറയുമ്പോൾ 35 ഒരു ഫാക്ടർ ആയിരിക്കും അല്ലേ? 35 ഒരു ഫാക്ടർ ആയിരിക്കും. ഇനി ഇതെന്ത് നമ്പർ ആയിരിക്കും നിങ്ങൾ നോക്കിയേ. 35 ഇതെന്ത് നമ്പർ ആയിരിക്കും? ഇത് സാധനം ടോട്ടൽ എന്ത് നമ്പർ ആയിരിക്കും? ഇതെന്ന് പറയുമ്പോൾ 6 ഒരു ഈവൻ നമ്പർ ആയിരിക്കും. പ്ലസ് ഇതെന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഒരു ഈവൻ പ്ലസ് ഓഡ് നമ്പർ എന്ന് പറയുമ്പോൾ ഓൾവേസ് ഒരു ഓഡ് നമ്പർ ആയിരിക്കും അല്ലെ? അതായത് 35 വരുന്നത് എന്തായിരിക്കും? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 35 വരുന്നത് ഓഡ് നമ്പർ ആയിരിക്കും. കാരണം 16 ഇത് ഞാൻ ടോട്ടൽ കേസ് ആണ് പറയുന്നത്. 16 എന്ന് പറയുന്നത് ഒരു ഈവൻ ടൈം ആയിരിക്കും. 19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓഡ് ടൈം ആയിരിക്കും. കാരണം 9 അവസാനിക്കുന്നത്. അപ്പൊ ഈവൻ ഓടോട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഒരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പൊ 35 ഒരു ഓഡ് നമ്പർ ആയിരിക്കും ഇത്. കാരണം ഇവിടെ ഒരിക്കലും ഈവൻ വരില്ല. അപ്പൊ മൊത്തം ഈവൻ ആയി പോകില്ലേ? ഇനി അടുത്ത ഇതേപോലെ തന്നെ ഇതും ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ഇതും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. അപ്പൊ ഓഡ് ഈവനോട് ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ഓഡ് നമ്പർ ആയിരിക്കും വരുന്നത്. അപ്പം ഇതും ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് 35 പ്ലസ് 35 എന്തായിരിക്കും വരുന്നത്? ഒരു ഓഡ് നമ്പർ ആയിരിക്കും വരുന്നത്. ബൈ 70 ആണ് അല്ലെ? അപ്പൊ 35 ഓഡ് പ്ലസ് ഓഡ് എന്നാണ് വരുന്നത്. സോ ഇവിടെ ഒരു ഈവൻ നമ്പർ ഡെഫിനറ്റ് ആയിട്ട് വന്നേ പറ്റുള്ളൂ. അതിനെ നമ്മൾ 70 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എന്തായി പോകും? റിമൈൻഡർ ഓട്ടോമാറ്റിക്കലി 0 ആയി പോകും. സോ ദിസ് ഈസ് ദ ആക്ച്വൽ കൺസെപ്റ്റ്. പക്ഷെ നിങ്ങൾ ഇത്രയൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക? പവർ എല്ലാം 1 ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കുക ആൻസർ കിട്ടുന്നുണ്ടോ. ഓക്കെ ആണോ? അടുത്ത് നോക്കിയോ, ഫൈൻഡ് ദ റിമൈൻഡർ 83 മൈനസ് 52 പ്ലസ് 84 മൈനസ് 53 ഞാൻ എന്താ പറഞ്ഞേ? എല്ലാത്തിൻ്റെയും പവർ 1 ആക്കിയാൽ മതി. 83 മൈനസ് 52 പ്ലസ് 84 മൈനസ് 53 ഡിവൈഡഡ് ബൈ 62 എത്ര ആയിരിക്കും വരുന്നത്? ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വരുമ്പോൾ എത്ര വരും? 31. ഇവിടെ നിന്നും കട്ട് ചെയ്യുമ്പോൾ എത്ര വരും? 31 പ്ലസ് 31 62/62 എന്ന് പറയുമ്പോൾ എഗെയിൻ ഇവിടെയും റിമൈൻഡർ എത്ര ആയിരിക്കും? 0 തന്നെ ആയിരിക്കും. ഓക്കെ, സോ എഗെയിൻ റിമൈൻഡർ ഇവിടെയും എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. നിങ്ങൾ ഇതിങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ ശരിക്കുമുള്ള മെത്തേഡ് ഞാൻ വേണേൽ പറയാം. നോക്കിയോ, 83 മൈനസ് 52 minus 52 plus 84 minus 53 divided by 62 അല്ലേ?
ഡിവൈഡഡ് ബൈ 62. അപ്പം എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്നല്ല വന്നേക്കുന്നത്. എ ക്യൂബും എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ വേർ എൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഓഡ് ആണല്ലേ. എ റൈസ് ടു എൻ മൈനസ് ബി റൈസ് ടു എൻ വേർ എൻ ഈസ് ഈക്വൽ ടു ഓഡ് ആണെങ്കിൽ എന്താണ് ഒരു മൾട്ടിപ്പിൾ? എ മൈനസ് ബി ഒരു മൾട്ടിപ്പിൾ ആണ്. എ മൈനസ് ബി ഒരു മൾട്ടിപ്പിൾ ആണെങ്കിൽ 83 മൈനസ് 52 എന്ന് പറയുമ്പോൾ 31 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെ. 31 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. അപ്പൊ ഇതേപോലെ തന്നെ 84 മൈനസ് 33 ചെയ്യുമ്പോഴും ഇവിടെയും 31 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ ആണോ? 31 ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കേണ്ടത്, ഇതെന്തൊരു ഡിജിറ്റ് ആയിരിക്കും? ഇതൊരു ഈവൻ ആണോ ഓഡ് ടൈം ആണോ? ഇതൊരു ഓഡ് ടൈം ആയിരിക്കും അല്ലേ. ഇതൊരു ഓഡ് ടൈം ആയിരിക്കും. കാരണം 3 ആണ് ലാസ്റ്റ് ഡിജിറ്റ് അവസാനിക്കുന്നത്. 3ൽ അവസാനിക്കുന്ന എല്ലാം എന്താണ്? ഓഡ് ആണ്. അപ്പോൾ ഒരു ഓഡ് നമ്പർ മൈനസ് 2ൽ അവസാനിക്കുന്നതുകൊണ്ട് ഇതെന്തായേ പറ്റുള്ളൂ? ഒരു ഈവൻ ആയിരിക്കും. അപ്പോൾ ഒരു ഓഡിനകത്തുനിന്ന് ഒരു ഈവൻ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും അൾട്ടിമേറ്റ്ലി വരുന്നത്? ഒരു ഓഡ് നമ്പർ ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇവിടെയും സെയിം സംഭവിക്കും. ഒരു ഈവനിൽ നിന്ന് ഒരു ഓഡാണ് കുറയ്ക്കുന്നത്, അപ്പോഴും എന്ത് തന്നെ സംഭവിക്കുള്ളൂ? ഒരു ഓഡ് നമ്പർ ആയിരിക്കും വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ രണ്ടിടത്തും ഒരു ഓഡ് നമ്പർ ആയിരിക്കും വരുന്നത്. ഇവിടെ രണ്ടിടത്തും 31 ആയിരിക്കും വരുന്നത്. അപ്പൊ 31 ഇൻറ്റു ആ ഓഡ് നമ്പർ പ്ലസ് ഓഡ് നമ്പർ അല്ലേ വരുന്നത് ബൈ 62 അല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ 31 ഇൻറ്റു ഓഡ് ടൈം പ്ലസ് ഓഡ് ടൈം ഓൾവേസ് റിസൾട്ട് ഇൻ ആൻ ഈവൻ ടൈം ഡിവൈഡഡ് ബൈ 62 എന്ന് വരും. സോ ഇറ്റ് വിൽ ബി ക്യാൻസൽ ഔട്ട് ആൻഡ് ദ റിമൈൻഡർ വിൽ ബി അൾട്ടിമേറ്റ്ലി 0. ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഇത്രയൊന്നും ആലോചിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് പവർ 1 ഇട്ട് കൊടുത്തിട്ട് അങ്ങ് ചെയ്താൽ മതി കേട്ടോ. 14. ഓക്കെ. സോ ദിസ് ഈസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിലൂടെ നിർത്തിയിട്ട് നമുക്ക് നിർത്താം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ചുകൂടെ റിമൈൻഡർ തിയറത്തിൽ കുറച്ചുകൂടെ ഡെപ്തിൽ പോകും. അതായത് റിമൈൻഡർ തിയറത്തിനകത്ത് നമ്മൾ പവർ ഇടും. പവർ ഇട്ടിട്ട് ചെയ്യാൻ തുടങ്ങും. പവർ ഇട്ടിട്ട് ചെയ്തിട്ട് പിന്നെ ഇനി കൺസെപ്റ്റ് ഓഫ് എ നെഗറ്റീവ് റിമൈൻഡർ കൂടെ ഉണ്ട്. അതുകൂടെ ഞാൻ പറയാം. അതായത് 1⁻23 + 70⁻23. 1⁻23 + 70⁻23. അതായത് ഈ രണ്ട് ടേമോടെ ഞാൻ ക്ലബ് ചെയ്യുന്നു. ഈ രണ്ട് ടേമോടെ ഞാൻ ക്ലബ് ചെയ്യുന്നു. 1⁻23 + 70⁻23. a⁻n + b⁻n എന്തായിരിക്കും? a + b എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും അല്ലേ. അപ്പൊ a + b എന്തായാലും ഒരു ഫാക്ടർ ആയിരിക്കും. 71 ഇൻറ്റു അടുത്ത 2+ ഇവിടെ എന്തായിരിക്കും? 69⁻23. അപ്പൊ അതിനെ രണ്ടിനെയും ക്ലബ് ചെയ്യുന്നു. ഇങ്ങനെ ക്ലബ് ചെയ്യുന്നു. അപ്പൊ 71 ഇൻറ്റു ഇങ്ങനെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്ത് വരും. ഡിവൈഡഡ് ബൈ എന്ത് തന്നെയാണ് കിടക്കുന്നത്? 71. സോ ദ റിമൈൻഡർ ഈസ് ഓൾവേസ് എന്തായിരിക്കും? 0. ഓക്കെ ആണോ? റിമൈൻഡർ എന്തായിരിക്കും? 0 ആയേ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് ഓഫ് നെഗറ്റീവ് റിമൈൻഡറൂടെ നോക്കാം. എന്നിട്ട് നമുക്ക് നിർത്താം. എന്നിട്ട് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റിമൈൻഡർ തിയറം കംപ്ലീറ്റ് ചെയ്യാം. കൺസെപ്റ്റ് ഓഫ് എ നെഗറ്റീവ് റിമൈൻഡർ. അതായത് ഞാനിപ്പോൾ പറയുകയാണ് 24 എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഞാൻ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്രയാണ് റിമൈൻഡർ? 7 3 വട്ടം പോവും. എനിക്ക് റിമൈൻഡർ +3 എന്ന് പറയാം അല്ലേ. അതായത് എനിക്കിതിനെ വേണമെങ്കിൽ എന്തെഴുതാം? 24 = 7 × 3 + 3. ദിസ് ഈസ് ദ റിമൈൻഡർ. ഓക്കെ. ഇനി അതേപോലെ തന്നെ എനിക്ക് എന്ത് പറയാം? 24 4 ടൈംസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 7 4 ടൈംസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ 28 വരും അല്ലെ. 28 ആണ് എടുത്തതെങ്കിൽ 28 24-നെക്കാട്ടി എത്ര കുറവാണ്? -4 കുറവാണ് അല്ലെ. സോ ദിസ് ഈസ് കോൾഡ് എ നെഗറ്റീവ് റിമൈൻഡർ. അല്ലെങ്കിൽ നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 24നെ ആദ്യമേ നമ്മൾ ഇതിന്റെ ഏറ്റവും മാക്സിമം ഉള്ളൊരു മൾട്ടിപ്പിളിലോട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് എത്ര ഡിഫറൻസ് കുറവുണ്ടോ അതായിരിക്കും നമ്മുടെ നെഗറ്റീവ് റിമൈൻഡർ. ഫോർ എക്സാമ്പിൾ ഈ 24നെ തന്നെ എനിക്ക് 7 × 4 -4 എന്ന് എഴുതിക്കൂടെ? 7 × 4 -4 എന്ന് എഴുതിക്കൂടെ? ആൻഡ് ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ റിമൈൻഡർ ഓഫ് പോസിറ്റീവ് റിമൈൻഡർ ആൻഡ് നെഗറ്റീവ് റിമൈൻഡർ. ഓക്കെ. പോസിറ്റീവ് റിമൈൻഡർ ആൻഡ് നെഗറ്റീവ് റിമൈൻഡർ. ഇനി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ നെഗറ്റീവ് റിമൈൻഡറിന്റെ പോസിറ്റീവ് റിമൈൻഡറിന്റെയും മാഗ്നിറ്റ്യൂഡ് മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിവൈസർ കിട്ടും അല്ലേ. 3 + 4 ഡിവൈസർ കിട്ടി അല്ലേ.
അതേപോലെ തന്നെ ഈ നെഗറ്റീവ് റിമൈൻഡർ -4 എന്ന് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് റിമൈൻഡർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ -4ന്റെ കൂടെ ജസ്റ്റ് ഈ ഡിവൈസർ ആഡ് ചെയ്താൽ മതി. അപ്പൊ റിമൈൻഡർ ഈക്വൽ ടു 3 എന്ന് വരും. പോസിറ്റീവ് റിമൈൻഡർ 3 എന്ന് വരും. ഇനി പോസിറ്റീവ് റിമൈൻഡർ ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ ഡിവൈസറിന്റെ കയ്യിൽ നിന്ന് 3 കുറച്ച് കഴിഞ്ഞാൽ 7 - 3 ഈക്വൽ ടു എന്ത് വരും? 4 എന്ന് വരും. അതിന് നെഗറ്റീവ് സൈൻ കൊടുത്തു കഴിഞ്ഞാൽ -4 എന്ന് വരും. ഓക്കെ ആണോ? ഇനിയും എക്സാമ്പിൾസ് പറയാം. 91/13 13 തോന്നിട്ടുണ്ട്. സോറി, 91/12 എത്ര ആയിരിക്കും റിമൈൻഡർ? 12 5 60 72 84. റിമൈൻഡർ എത്ര ആയിരിക്കും? റിമൈൻഡർ ഈക്വൽ ടു 84. ദെൻ റിമൈൻഡർ ഈക്വൽ ടു +7. പോസിറ്റീവ് റിമൈൻഡർ എത്ര വന്നു? +7. 84. അടുത്ത എത്രയാണ്? 96 ആണെങ്കിൽ റിമൈൻഡർ എത്ര ആയിരിക്കും? -5. സോ നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? -5. ഇനി ഞാൻ പറഞ്ഞു നെഗറ്റീവ് റിമൈൻഡറിനെ പോസിറ്റീവ് റിമൈൻഡറിനെ മാഗ്നിറ്റ്യൂഡ് കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12 എന്ന് കിട്ടും. ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ഈ നെഗറ്റീവ് റിമൈൻഡർ നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ സാധനത്തിനും ആപ്ലിക്കബിൾ ആണ്. അപ്പം നമ്മൾ നേരത്തെ നോക്കിയില്ലായിരുന്നു കുറച്ച് കാര്യം. അതായത് 150 ഡിവൈഡഡ് ബൈ 17 ഇതല്ലേ നമ്മൾ നോക്കിയത്? 150 ഡിവൈഡഡ് ബൈ 17. അപ്പൊ എത്രയായിരുന്നു നമുക്ക് റിമൈൻഡർ വന്നത്? 17 × 8 എന്ന് പറയുമ്പോൾ 136. 14 ആണ് നമുക്ക് റിമൈൻഡർ വന്നത് അല്ലേ? 14 ആണ് നമുക്ക് റിമൈൻഡർ വന്നത്. ഇനി ഈ 150 ഞാൻ എന്ത് പറഞ്ഞു? 80 + 70 ഡിവൈഡഡ് ബൈ 17 എന്ന് എഴുതാമെന്ന് പറഞ്ഞു അല്ലേ? ഇനി ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കേ, 80 17 34 68 നമ്മൾ 12 ആയിരുന്നു പോസിറ്റീവ് റിമൈൻഡർ ആണ് എഴുതിയത് അല്ലേ? 12 പോസിറ്റീവ് റിമൈൻഡർ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരും? 12 പോസിറ്റീവ് റിമൈൻഡർ വരും. 17 എത്ര വരും? 68 + 2 അങ്ങനെയാണെങ്കിൽ +14 എന്ന് വരും. ഇനി ഞാൻ നെഗറ്റീവ് റിമൈൻഡർ ആണ് എഴുതുന്നെങ്കിലോ? നെഗറ്റീവ് റിമൈൻഡർ ഒന്ന് പറഞ്ഞേ. 17 34 85. അപ്പൊ -5 അല്ലേ? -5 അല്ലേ ഇവിടെ നെഗറ്റീവ് റിമൈൻഡർ? അതുപോലെ തന്നെ 17 34 68. ഇവിടെ +2 തന്നെ കിടന്നോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. -5ഉം +2ഉം -5ഉം +2 എന്ന് പറയുമ്പോൾ എന്ത് വരും? -5 + 2 ഈക്വൽ ടു -3 എന്ന് വന്നു റിമൈൻഡർ. -3 എന്ന് വന്ന റിമൈൻഡർ നമുക്ക് നെഗറ്റീവ് റിമൈൻഡർ ആണ് വന്നത്, -3. ഇനി ഈ റിമൈൻഡറിനെ പോസിറ്റീവ് ആക്കണമെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു? എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഡിവൈസർ ആഡ് ചെയ്താൽ മതി. -3 + 17 ഈക്വൽ ടു 14. 14 ആണ് നിങ്ങളുടെ പോസിറ്റീവ് റിമൈൻഡർ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി 100 + 50 ബൈ 17 ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 17 5 85 95 7 102. അപ്പൊ എത്ര വരും? -2. -2 ആണ് റിമൈൻഡർ. അതുപോലെ തന്നെ 17 34 51 -1 ആണ് റിമൈൻഡർ. സോ ഇനി നടുക്കിടക്കുന്ന ആക്ഷൻ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ എന്ത് ചെയ്യുക? പ്ലസ് ചെയ്തേക്കുക. -3 റിമൈൻഡർ. -3/17 -3 എന്ന് പറയുന്ന റിമൈൻഡർ നെഗറ്റീവ് റിമൈൻഡർ ആയതുകൊണ്ട് എന്ത് ചെയ്യുക? +17. സോ ദ പോസിറ്റീവ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു 14. ഓക്കെ ആണോ? ഇത് ഏതൊരു കേസിലും ആപ്ലിക്കബിൾ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും ഇൻഡു ചെയ്യുമ്പോഴും എല്ലാ കേസസിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആപ്ലിക്കബിൾ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ കൂടുതലും ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇത് നോക്കിയോ. 5 × 30 150 ബൈ സമാനം എടുക്കാം. 79 × 103/11 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര ആയിരിക്കും?
79 ഇൻറ്റു 103/11 ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 11 7 ടൈംസ് പോകും, 77 ആണെങ്കിൽ +2 ആയിരിക്കും റിമൈൻഡർ. ഡൗട്ട് ഇല്ലല്ലോ. 99 ആണെങ്കിൽ 9 ടൈംസ് പോവും, +4 ആയിരിക്കും റിമൈൻഡർ. +2 ഇൻറ്റു +4 ഈസ് ഈക്വൽ ടു 8/11 എന്ന് വരും. സോ റിമൈൻഡർ ഈസ് ഈക്വൽ ടു 8. ഓക്കെ ആണോ? ഇനി ഇതേപോലെ തന്നെ നമുക്കിത് 88 നിന്ന് നെഗറ്റീവ് റിമൈൻഡർ യൂസും ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞത്. 79 = 77 എടുത്തു. നമ്മൾ ഇനി 88 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ വരും? 88 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്? +2 ആയതുകൊണ്ട് -9 അല്ലേ? ഇനി ഇതിന്റെ നെഗറ്റീവ് റിമൈൻഡർ എന്ന് പറയുമ്പോൾ 99 വന്നു. 99 കഴിഞ്ഞിട്ട് അടുത്ത നെഗറ്റീവ് റിമൈൻഡർ 1110. അപ്പൊ എത്ര വരും? -7 അല്ലേ? -7. അപ്പൊ -9 ഇൻറ്റു -7 എന്ന് വരും. -9 ഇൻറ്റു -7 എന്ന് പറയുമ്പോൾ 63/11 എന്ന് വരും. 63 എത്ര വട്ടം പോകുന്നു? 5 ടൈംസ് പോകുന്നു. എഗെയിൻ റിമൈൻഡർ ഈസ് ഈക്വൽ ടു എന്ത് വരും? 8 വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ എത്ര കേസ് ചെയ്ത് നോക്കിയാലും പോസിറ്റീവ് റിമൈൻഡർ ആണെങ്കിലും നെഗറ്റീവ് റിമൈൻഡർ ആണെങ്കിലും എന്തായിരിക്കും? ഒരു മാറ്റവും വരുന്നുണ്ടാവില്ല. ഓക്കെ, സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇനി അടുത്ത ക്ലാസ്സിലായിരിക്കും ഇനി ഇതിനെക്കുറിച്ചുള്ള കൺസെപ്റ്റിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ബാക്കി കുറച്ച് തിയറംസ് ഉണ്ട് നമുക്ക്, യൂളേഴ്സ് തിയറം, വിൽസൺസ് തിയറം, അതെല്ലാം ക്ലിയർ ആക്കി നമ്മൾ റിമൈൻഡർ തിയറം അടുത്ത ക്ലാസ് ഓൾമോസ്റ്റ് നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. പിന്നെ കുറച്ച് ഫാക്ടേഴ്സും പിന്നെ സീരീസ് ഓഫ് ദ നമ്പേഴ്സും മാത്രമേ ഉള്ളൂ. കുറച്ച് മിസലേനിയസ് കൂടെ ചെയ്ത് നമ്മൾ നമ്പർ സിസ്റ്റം അവസാനിപ്പിക്കും. പിന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ മാത്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കിരണിൻ്റെ ഒക്കെ കിട്ടും, MB പബ്ലിക്കേഷൻസിൻ്റെ ഒക്കെ 11,000, 12,000, 15,000 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ അതൊക്കെ മേടിച്ച് ചെയ്ത് നോക്കുക. ഈ നമ്പർ ഒന്നും കണ്ട് ഞെട്ടിയിട്ട് കാര്യമില്ല. ഇത് പണ്ട് മുതലേ ഉള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. ഇനിയും നിങ്ങൾ ഓരോ വർഷം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ 15,000, 16,000, 17,000 ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം അത് ഇപ്പോൾ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഒരിക്കലും ലേറ്റ് ആയിട്ടിരിക്കില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പോൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ നമ്പർ സിസ്റ്റം പാർട്ട് 3 വരെ കഴിഞ്ഞു. ഇനി ഒരു പാർട്ട് 2, 4, 5 കൂടെ കാണും. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, ഷീറ്റൊക്കെ ചെയ്യുക. നമ്പർ സിസ്റ്റത്തിൻ്റെ പ്രാക്ടീസിന് ഷീറ്റ് തരുന്നുണ്ട്, ആ ഷീറ്റും ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.